Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. നമ്മുടെ ഡെയിലി എഡിറ്റോറിയൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആൻഡ് വൊക്കാബുലറി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോട്ട് ഇതാണ്. ഇച്ചിരി അധികം ലേറ്റ് ആയി, സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് താമസിപ്പിക്കേണ്ട, ഉടനെ തുടങ്ങിയേക്കാം. ഡോണ്ട് ലെറ്റ് യെസ്റ്റർഡേ ടേക്ക് അപ്പ് ടു മച്ച് ഓഫ് ടുഡേ. നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഇന്നലത്തെ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യം, പാസ്റ്റിനെ പറ്റി ഓർത്ത് നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ മറന്നു. അപ്പോൾ നമ്മളത് സ്പോയിൽ ചെയ്യും. നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ്, ഇന്നത്തെ ദിവസം നമ്മളെ സ്പോയിൽ ചെയ്യും. സോ ഇനി നമുക്കത് വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ. ഇനി എന്ത്, വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഏതൊരു ലൈഫിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ നമ്മുടെ സ്റ്റഡീസിലോ അക്കാഡമിക് ലൈഫിലോ എല്ലാത്തിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മുന്നോട്ട് പോവുക. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയോ റിഗ്രറ്റ് ചെയ്യുന്നതിനും കാര്യമില്ല. അതുകൊണ്ട് വലിയ ഗുണം നമുക്ക് ലൈഫിലില്ല. സോ അത് നമുക്ക് എപ്പോഴും ഒന്ന് ചിന്തിക്കാം. ആൻഡ് മൂവിങ് ഫോർവേഡ്, നമ്മുടെ സെഷൻ സമ്മറി. നമ്മുടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യമേ ആർട്ടിക്കിൾ ആയിരിക്കും. 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൽ ആർട്ടിക്കിൾ റീഡിങ്, അതിൻ്റെ ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ നമ്മൾ അനലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ആർട്ടിക്കിളിൽ നിന്ന് വരുന്ന ഇഡിയംസ്, ഫ്രേസൽ വെർബ്, വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സിനണിംസ്, ആൻറ്റണിംസ്, അതുപോലെ മറ്റ് വേർഡ്സ് ഒക്കെ നമ്മുടെ ആർട്ടിക്കിളിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഹോംവർക്ക്, ലാസ്റ്റ് ഹോംവർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യും. സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹോംവർക്ക്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക് തരുകയും ചെയ്യും. സോ അങ്ങനെയാണ് നമ്മുടെ സെഷൻ പോവുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കോമന്റ് സെഷനിലൊന്നും കാണുന്നില്ലല്ലോ, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇടാം, ഒന്ന് ഉഷാറായിക്കേ. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ഉണ്ടായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടുത്തെ പ്രോബ്ലംസും, അതിനുശേഷം നമ്മുടെ ഏഷ്യൻ അസോസിയേഷൻ ഓഫ് ഏഷ്യൻ കൺട്രീസ്, ASEAN കോൾ ഔട്ട് ചെയ്ത് അവരുടെ റിപ്രഷൻ, ഡിസിഡൻസിൻ്റെ ഇടയിലുള്ള റിപ്രഷൻ ഒന്ന് ഒതുക്കി, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയത് കൊണ്ടും, മ്യാൻമറിനെ തൽക്കാലത്തേക്ക് ഇനിയുള്ള ASEAN ആ ഒരു കമ്മിറ്റിയിൽ നിന്ന് നേതൃസ്ഥാനത്തിലേക്ക് ഇനി മാറ്റുന്നു, അതിന് പകരം ഫിലിപ്പീൻസ് വരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ നമുക്കുണ്ട്, നമ്മുടെ ന്യൂഡൽഹി വെച്ച് നടക്കാൻ പോകുന്ന G20 സമ്മിറ്റ്. അപ്പോൾ G20 സമ്മിറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ത്യ നടത്തുന്നതുകൊണ്ട് തന്നെ, പ്രസിഡൻസി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. പല ടൈസും ഒന്ന് സെറ്റാക്കി ഒന്നുകൂടെ റീബിൽഡ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഓവർ ടു ദ ആർട്ടിക്കിൾ. നമുക്ക് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം, ടോൺ നോക്കാം കേട്ടോ. ഓക്കെ, സോ ബിൽഡിംഗ് കൺസെൻസസ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് കൺട്രീസുമായിട്ട് അഗ്രിമെന്റിൽ എത്തുക എന്നുള്ളതാണ് ഈ G20 സമ്മിറ്റിൽ ഇന്ത്യ പ്രസിഡൻസി വഹിക്കുമ്പോൾ വരുന്ന ഏറ്റവും മുമ്പിലുള്ള ഒരു നമ്മുടെ ഉദ്ദേശം, മോട്ടീവ് എന്ന് പറഞ്ഞാൽ അതാണ്. സോ ദ സക്സസ് ഓഫ് ദ G20 സമ്മിറ്റ് ഹിഞ്ചസ് ഓൺ എ ട്രൂസ് among fractious parties. നമുക്കൊരു കാര്യം അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് കൺട്രിയെ മറ്റു കൺട്രീസൊക്കെ നോക്കിക്കാണുന്നത് ഇപ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ എന്ന് പറയുന്നത് വലിയൊരു പവർഫുൾ നേഷനായിട്ട് തന്നെയാണ്. ബിക്കോസ് നമ്മുടെ സ്പേസ് മിഷനൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺസെൻസസ് മറ്റ് കൺട്രീസുമായിട്ട്, മറ്റ് രാജ്യങ്ങളുമായിട്ട് കൺസെൻസസിലെത്തുക, അല്ലെങ്കിൽ അഗ്രിമെൻറ്റിലെത്തുക, ഒരു പാക്റ്റിലെത്തുക, ഒരു ട്രീറ്റി, ഒരു യൂണിറ്റിയിലെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അതിൽ ഈ G20 സമ്മിറ്റ് വിജയിക്കുമോ ഇല്ലയോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും ഏതൊക്കെ പാർട്ടീസ് ആണോ ഇന്ത്യയുമായിട്ട് ഫ്രാക്ഷസ് ആയിട്ടുള്ള, ഒരു ഇറിറ്റബിൾ ആയിട്ട്, ഭയങ്കര ഒരു ഗ്രംപി, ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു റഫ് ആയിട്ടിരിക്കുന്നത്, ഒരു ചെറിയൊരു വഴക്കുമായിട്ടിരിക്കുന്നത്, അവരുമായിട്ട് ട്രൂസ്, തൽക്കാലത്തേക്കുള്ള പീസ് കണ്ടെത്തിയാലാണ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ ആയിട്ട് ഒന്ന് രമ്യതപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഒരു തൽക്കാലത്തേക്ക് ഒരു പീസ് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. സോ നോക്കാം. India's big moment as host of the G20 summit will arrive this weekend as world leaders gather in New Delhi for the main event marking the year of its presidency. The group is seen as a more egalitarian version of the G7, as it includes the leadership of the developing world and is now the preeminent forum of global economic cooperation. അപ്പോൾ ഇവിടെ പറയുന്നത് മെയിനായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയൊരു മൊമെന്റ് തന്നെയാണ് ഈ G20 സമ്മിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഈ വീക്കെൻഡാണ് നടക്കാൻ പോകുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ISRO എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ കേട്ടാണ് എക്സാം മാറ്റി വെച്ചു. നമ്മൾ ഈ ആഴ്ച നടക്കാറുണ്ട്. മെയിൻ സെന്റേഴ്സ് ഒക്കെ ന്യൂഡൽഹിയിലായിരുന്നുകൊണ്ട് ഒരുപാട് എക്സാം സെന്റേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടും ക്രൗഡഡ് ആയതുകൊണ്ടും ഇവിടുത്തെ G20 സമയത്ത് അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് എക്സാം മാറ്റി വെച്ചായിരുന്നു അല്ലേ. എക്സാം അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു, നെക്സ്റ്റ് 24-26 ആ ടൈമിലില്ല.
ആ സമയത്തോട്ടാണ് നമ്മുടെ എക്സാം വരിക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരുപാട് വേൾഡ് ലീഡേഴ്സ് വന്ന് ന്യൂഡൽഹിയിലാണ് നമ്മൾ നടക്കാൻ പോകുന്നത്, നമ്മുടെ സെൻട്രലാണ് നടക്കാൻ പോകുന്നത്, ക്യാപിറ്റലാണ് നടത്താൻ പോകുന്നത്. ആൻഡ് ഇന്ത്യ ആണ് പ്രസിഡൻസി വഹിക്കുന്നത്. സോ ആ ഒരു ഇത് ഈവെന്റിന്റെ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ G20 സബ്മിറ്റ് നടത്തുമ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇഗാലിറ്റേറിയൻ വേർഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഗാലിറ്റേറിയൻ വേർഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുക, ദാറ്റ് ഈസ് ഇഗാലിറ്റേറിയൻ. നമ്മൾ പറയും ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും സെയിം ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സെയിം റൈറ്റ്സ് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിക്ക്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെയും നമുക്ക് ഇഗാലിറ്റേറിയൻ എന്ന് പറയാം. സോ അറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ പറയുന്നത് വെച്ചാൽ ഡെവലപ്പിംഗ് വേൾഡിന്റെ ലീഡർഷിപ്പ് നന്നായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഡെവലപ്ഡ് വേൾഡിന്റെ അല്ല, ഇന്ത്യ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് വേൾഡിന്റെ ഒരു ലീഡർഷിപ്പ് ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ഇന്ത്യ തന്നെയല്ല, ഡെവലപ്പിംഗ് വേൾഡിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇന്ത്യ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രിയമിനൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഭയങ്കര മോർ ദാൻ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു മീറ്റിംഗ് ആണ് ഫോറം മീറ്റിംഗ്. ഫോറം ലാറ്റിൻ വേർഡാണ് ഫോറം എന്ന് പറയുന്നത്, അതിൻ്റെ പ്ലൂറിൽ ഫോറാണ്, FORA ഫോറം. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോബൽ ഇക്കണോമിക് കോർപ്പറേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് മീറ്റിംഗ് തന്നെയാണ് ഈ പറയുന്ന G20 സമ്മിറ്റ് എന്ന് പറയുന്നത്. അത് G7-നേക്കാളും കുറച്ചുകൂടെ ഇഗാലിറ്റേറിയൻ വേർഷനാണ്, നേരത്തെ നടന്നതിനേക്കാളും കുറച്ചുകൂടെ ഇതാണ്. അതുപോലെ തന്നെ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഇറ്റ്സ് പ്രസിഡൻസി ലാസ്റ്റ് ഡിസംബർ, കഴിഞ്ഞ ഡിസംബറിലാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. കുറേ നാൾ ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഈ മെയിൻ ഇവന്റ് വരുന്നത് ഈ വീക്കെൻഡിലാണെന്ന് മാത്രം. അപ്പോൾ ആ സമയത്ത് ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ഇന്ത്യ വുഡ് ബി ഹാംസ്ട്രങ് ബൈ സെവറൽ ഈവൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി, ഒരുപാട് ഈവൻറ്റുകൾ അപ്പം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആകെപ്പാടെ റെസ്ട്രെയിൻഡ് ആയിപ്പോവും, ആകെപ്പാടെ ഇന്ത്യയുടെ പരിപ്പ് ഇളകും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ. ഐ മീൻ ഹംസ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംസ്ട്രിങ് ഒരു വേർബ് ഉണ്ട്, ക്രിപ്പിൾ ആവുക, ഹാൻഡിക്യാപ്ഡ് ആവുക, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആവുക എന്നൊരർത്ഥത്തിലൊക്കെയാണ് പറയാം. സോ ഇൻകേപ്പബിൾ ആവുക എന്നർത്ഥത്തില്ല. അപ്പോൾ അത് ഹംസ്ട്രങ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻകേപ്പബിൾ ആവുക, ഇൻഎഫിഷ്യൻ്റ് ആവുക, ഇൻകേപ്പബിൾ ആവുക, ചെയ്യാൻ പറ്റാണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അർത്ഥം വരിക. അപ്പോൾ ഇന്ത്യ മിക്കവാറും ഒരുപാട് ഇവന്റ് കാരണം ഇന്ത്യ മിക്കവാറും ഹംസ്ട്രങ് ആവുന്ന ഒരു അവസ്ഥയിൽ എത്തും ബൈ സെവറൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ദ ഗ്ലോബൽ ഹെഡ്വിൻഡ്സ്, ഗ്ലോബലി മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ ദ ഹെഡ്വിൻഡ്സ് എക്സാസബേറ്റഡ് ബൈ ദ COVID-19 പാൻഡമിക് meant a challenging environment for New Delhi in ensuring that all countries were willing to contribute resources for imperatives such as climate finance and investment in health and poverty alleviation. മെയിൻ ആയിട്ട് ഇതിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലൈമറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൺട്രീസിൻ്റെയും റിസോഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് അല്ലേ. ക്ലൈമറ്റ് ഫിനാൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് പോവർട്ടി എലിവേഷന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും, ഇതാണ് നമ്മൾ മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ്, ഇമ്പോർട്ടൻസ് കൽപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ പറയുന്ന ഇത് കൊണ്ടുവരണം അല്ലെ. അതൊരു ഇമ്പെററ്റീവ് ആണ്, അതുപോലെ തന്നെ അതൊരു ഇമ്പെററ്റീവ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരു വളരെ എസെൻഷ്യൽ തിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു G20 സഭയെ കൊണ്ടുവന്നത്. അപ്പം COVID-19 വന്നപ്പോൾ എല്ലാ രാജ്യത്തിനും അത് ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേഴ്സൺ ചെയ്തു. എക്സസബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേഴ്സൺ ചെയ്യുക, അതായത് വഷളാക്കുക, വേഴ്സൺ ചെയ്തു ഈ പറയുന്ന COVID-19 പാൻഡമിക് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റ് ഭയങ്കരമായിട്ട് ചാലഞ്ച് വന്നു. അപ്പോൾ അത് ന്യൂഡൽഹിയുടെ എൻവയോൺമെൻറ്റും വല്ലാണ്ട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം വന്നൊരു സമയമാണ്. ആൻഡ് ഉക്രൈൻ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഫ്ലഡ് വന്ന സമയം നമ്മളൊന്ന് പെട്ടു അല്ലേ, എന്ത് പറ്റും ഇനിയിപ്പോൾ G20 സഭയൊക്കെ നടക്കാൻ പോവാണ്, അപ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് റീസ്റ്റോർ ചെയ്ത് പഴയ പോലെ ആക്കി തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയും അവിടെ വന്നിരുന്നു. ദ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ആൻഡ് ദ സാങ്ഷൻസ് അഗൈൻസ്റ്റ് റഷ്യ വർ നെക്സ്റ്റ്. COVID-19 കഴിഞ്ഞപ്പോഴേ അടുത്ത നമുക്ക് കുന്മേൽ കുരു പോലെ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് വന്നു അല്ലേ. അപ്പം ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ അടുത്തൊരു പ്രതിസന്ധി വീണ്ടും വരികയുണ്ടായി. അപ്പോൾ അത് മാത്രമല്ല, സാങ്ഷൻസ് അഗൈൻസ്റ്റ് റഷ്യക്കെതിരെ പെനൽറ്റീസ് വേണ്ടി വന്നു, അത് അടുത്തൊരു പ്രശ്നമായിട്ട് വന്നു. അങ്ങനെ പ്രാക്ടിക്കലി സ്പ്ലിറ്റിംഗ് ദ G20 ഡൗൺ ദ മിഡിൽ. അങ്ങനെ മൊത്തത്തിൽ G20 രണ്ട് പക്ഷമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. And this made forging a joint statement even last year difficult. അങ്ങനെ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ കൊണ്ടുവരുന്നത് വളരെ കഷ്ടപ്പെട്ട് തന്നെ കൊണ്ടുവന്ന സാധനമാണ്. ഇറ്റ് വാസ് റിയലി എ ഡിഫിക്കൽട്ട് ടാസ്ക്, ഹെർക്യൂലിയൻ ടാസ്ക്. But Indonesian President Joko Widodo was able to ensure a tenuous consensus by traveling to Moscow and Kyiv and enlisting. പക്ഷെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയ ഒരാളാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ ജോക്കോ വിഡോഡോ. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ട്രാവൽ ചെയ്തു മോസ്കോയിലോട്ടും കീവിലോട്ടും പോയിട്ട് ആൻഡ് എൻലിസ്റ്റിംഗ്, അങ്ങനെ ഒരു കൺസെൻസസ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹം ട്രാവൽ ചെയ്ത് മോസ്കോയിലും കീവിലോട്ടും പോയിട്ട്
രണ്ടുപേരുടെ ഒരു അഗ്രിമെന്റ് വേണമല്ലോ, ആ ലെവലിലോട്ട് പോകുന്നു. ആൻഡ് എൻലിസ്റ്റഡ് ഇന്ത്യ സപ്പോർട്ട്. അങ്ങനെ ഇന്ത്യക്ക് സപ്പോർട്ട് ആയിട്ട് G20 സമയത്ത് സംഭവം നടക്കാവുന്ന രീതിയിൽ പുള്ളി അതിൽ ഇടപെട്ടു. ദാറ്റ് വാസ് ഗുഡ്. India's presidency also came amidst continuing bilateral tensions with China over its border moves. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ചൈന ഇന്ത്യ തമ്മിൽ നല്ലൊരു ബന്ധത്തിലല്ല. കുറേ നാളായി, അത് പണ്ട് മുതലേ അതെ, ലാക്ക് കാര്യങ്ങളും എല്ലാം ആയിട്ട് പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ബയലാറ്ററൽ ടെൻഷൻസ് കുറച്ചുകൂടി കൂടി. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്, പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോർഡർ മൂവ്സ് കാരണം. വല്ലാണ്ട് ഇന്ത്യ ചൈന തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ബയലാറ്ററൽ ടെൻഷൻസ് വിത്ത് ചൈന ഈസ് എ പ്രോബ്ലം. അപ്പോൾ അതും G20 ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. സോ അതും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അതുപോലെ ദിസ് ഇസ് ബിക്കം എൻ അഡീഷണൽ പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇതൊരു അഡീഷണൽ പ്രോബ്ലം ആണ് ചൈനയുമായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. മറ്റ് രണ്ട് പ്രോബ്ലത്തോട് കൂടാതെ വീണ്ടും ഒരു പ്രോബ്ലം കൂടെ വരും. ആൻഡ് ഫോർ ഇന്ത്യ, G20 Sherpa team, as China has played spoiler at many meeting. പലയിടത്തും ചൈന എന്ന് പറഞ്ഞൊരു സ്പോയിലർ ആയിട്ട് അല്ലെങ്കിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന ഇത്തവണയും എന്താവും ചൈനയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യ ഒരു നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ഇൻ എ വെരി വിജിലന്റ് വേ. അതേ സമയത്ത് the government's decision to hold the G20 summit 2 months early instead of in November, the practice has given officials less time to ensure the leaders declaration is ready. നമ്മളിത് നവംബർ നടത്താനിരുന്നതാണ്. അപ്പം നവംബർ നടത്തുന്നതിന് മുൻപ് 2 മാസം മുൻപ് നമ്മൾ നടത്തുകയാണ്. ഇപ്പം സെപ്റ്റംബർ നടത്തുവാണ്. അപ്പം എന്താണ് കുറച്ചുകൂടെ നവംബറിന് മുമ്പ് നമുക്ക് നേരത്തെ നടത്തിയേക്കാം എന്ന് ഇത് വന്നപ്പോൾ ലീഡേഴ്സിനെ സംബന്ധിച്ച് ഇതിനെ നയിക്കുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിക്ലറേഷൻ പോലും കിട്ടാൻ ഒഫീഷ്യൽസിന് കിട്ടിയില്ല. ഒഫീഷ്യൽസ് അത്രമാത്രം സമയം കുറവുകൊണ്ട് തന്നെ, സമയപരിധി വളരെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് എടിപിടിന്ന് ചെയ്യേണ്ട വന്നു. എല്ലാ ലീഡേഴ്സിനും ഡിക്ലറേഷൻ ഉണ്ടോ, അവരെല്ലാവരും വരൂ എന്നുള്ള കാര്യമൊന്നും ഉറപ്പുവരുത്താൻ പോലുള്ള സമയം കിട്ടിയില്ല. Some of the heavy lifting on building consensus bills now be left to Prime Minister Narendra Modi to handle. ഇനി നമുക്ക് പറയാനൊന്നുമില്ല, ഇനി വരുന്ന വഴിക്ക് വെച്ച് നമുക്കത് കാണാം എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ബാക്കി കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ നരേന്ദ്രമോദിയുടെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ കയ്യിലിരിക്കും. കാര്യം ഇനി എന്താണ് ബാക്കിയുള്ളതെന്ന് G20 സബ്മിറ്റ് സമയത്ത് നടക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും എന്നാണ് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ ഫേസ് ഓഫ് സച്ച് ഓഡ്സ്, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, സ്ട്രേഞ്ച് ഈവൻറ്റ്സ് ഒക്കെ നടന്ന സമയത്ത് ഇന്ത്യസ് എഫർട്ട് ടു എൻഷുർ ദ വൈറ്റലിറ്റി ഓഫ് G20 പ്രോസസ് ഹവ് ബീൻ വാലിഡ് ആൻഡ് ഓൾസോ വെൽ തോട്ട് ഔട്ട് വൺ. പല സമയത്തും പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വെൻ കൺഫ്രണ്ടഡ് വിത്ത് സച്ച് ഓഡ്സ്, ഇന്ത്യ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്തും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നമ്മൾ കടന്നുപോയ സമയത്തും ഇന്ത്യക്ക് നമ്മൾ നല്ല വൈറ്റാലിറ്റിയോടെ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജിയോടെ, ഭയങ്കര ലൈവ്ലി ആയിട്ട് തന്നെ ഇന്ത്യ നിന്നുകൊണ്ട് തന്നെ ഭയങ്കര വാലിയൻ്റ് ആയിട്ട്, വളരെ ബ്രേവ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് വെൽ തോട്ട് വൺ ആണ്. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ വെൽ തോട്ട് വൺ ആയിട്ടാണ് ഇന്ത്യ ചെയ്തത്. ഒരു കാര്യത്തിലും അനാവശ്യമായിട്ട് ഇടപെടാനോ കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ എതിർക്കാനോ ഒന്നും ഇന്ത്യ നിന്നില്ല. അത് ന്യൂട്രൽ സ്റ്റേജിലാണ് എപ്പോഴും ഇന്ത്യ നിന്നത്. മിസ്റ്റർ മോഡി മെയ്ഡ് ഇറ്റ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ് ദാറ്റ് ഇന്ത്യ വുഡ് നോട്ട് ടേക്ക് സൈഡ്സ് ഇൻ ദ ഉക്രൈൻ കോൺഫ്ലിക്റ്റ്. അതൊരു വലിയൊരു നല്ലൊരു കാര്യമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യില്ല, ഇന്ത്യ എന്തിനു ചെയ്യില്ല, ഇന്ത്യ വുഡ് നോട്ട് ടേക്ക് സൈഡ്സ്. ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഇന്ത്യ രണ്ടുപേരുടെയും പക്ഷം ചേരില്ല എന്ന് ഇന്ത്യ പറയുന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഫോക്കസ്ഡ് ഓൺ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദ ഗ്ലോബൽ സൗത്ത്. അതിന് പകരം ഗ്ലോബൽ സൗത്തിലെ ഇഷ്യൂസിനെയാണ് ഫോക്കസ് ചെയ്തത്. കാരണം ഇവിടെ നമ്മൾ അതിൽ അഫക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധവും തകരും. അതിന് പകരം ഇന്ത്യ ഫോക്കസ് ചെയ്തത് മൊത്തം ഗ്ലോബൽ സൗത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കി. കാരണം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടാക്കിൾ ചെയ്യാനാണ് നമ്മൾ ഈ കൺസെൻസസ് ഒക്കെ വെക്കുന്നത് തന്നെ, G20 സബ്മിറ്റ് പോലത്തുള്ള സബ്മിറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ. സോ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഹോൾഡിംഗ് എ സബ്മിറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ സബ്മിറ്റ് അറേഞ്ച് ചെയ്യുകയെന്നും putting issues of food, fertilizer and energy security, multilateral reform and global governance above geopolitical issues. നമുക്കറിയാം ബോർഡർ ഇഷ്യൂസ് ഒരുപാട് വരും അല്ലേ, ജോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാട് വരും. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസിനേക്കാളും അതീതമായിട്ട് ഇതിനേക്കാളൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ലോകമെമ്പാടും അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസ് എസ്പെഷ്യലി അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. ഫുഡ് വലിയൊരു പ്രോബ്ലമാണ്. ആൻഡ് ഫെർട്ടിലൈസർ ആൻഡ് എനർജി സെക്യൂരിറ്റി. ഫെർട്ടിലൈസർ ആൻഡ് എനർജി സെക്യൂരിറ്റി ഒരു പ്രശ്നമാണ്. ആൻഡ് മൾട്ടിലാറ്ററൽ റിഫോം, എല്ലാ രാജ്യങ്ങളുമായിട്ട്, ബൈലാറ്ററൽ അല്ല മൾട്ടിലാറ്ററൽ, എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള പല കൺട്രീസായിട്ടുള്ള റിഫോം ആൻഡ് ഗ്ലോബൽ ഗവേണൻസ്. ഇത്രയും കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ബോർഡേഴ്സിനേക്കാൾ അതീതമായി നിൽക്കുന്നൊരു കാര്യമാണ്. അതിനെ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഒന്ന്
എൻഷുർ ചെയ്ത് അവരെ ഒന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂസൊക്കെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഡെവലപ്പിംഗ് നേഷൻസിനാണ്. അതിന് ഡെവലപ്ഡ് നേഷൻസിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള സമ്മിറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇന്ത്യ ഈവൻ ഹോസ്റ്റഡ് ദ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. അങ്ങനെ ഇന്ത്യ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഇതും ഹോസ്റ്റ് ചെയ്തായിരുന്നു. ഈ ഒരു ഇത് എന്താ പറയുക, മെയിൻ ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബൽ സൗത്തിൽ പ്രശ്നങ്ങളെ ഒന്ന് എന്ത് ചെയ്യാം അഡ്രസ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ വേണ്ടിയിട്ട് അതും കൊണ്ടുവന്നായിരുന്നു. മിസ്റ്റർ മോഡി ഓൾസോ ചാമ്പ്യൻ ദ ഇൻഡക്ഷൻ ഓഫ് ദ സൗത്ത് യൂണിയൻ ഇൻ ടു ദ G20. ഒരു കാര്യം കൂടെ മോദിജി ഉറപ്പുവരുത്തി, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു പുതിയ ആളെ ഒരു പോസ്റ്റിലോട്ടോ ഒരു ഓർഗനൈസേഷനിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, നമ്മളൊരു പുതിയൊരു ആളെ ഒരു പുതിയ പോസ്റ്റിലോട്ട്, ആ പുള്ളി ഈസ് ന്യൂ ടു ദ പോസ്റ്റ് ഓർ ഓർഗനൈസേഷൻ, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്ഷൻ. ഓക്കെ, നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡക്ഷന് വേണ്ടിയിട്ട് മോദിജി തയ്യാറായി എന്ന് പറയുന്നത്. ആൻഡ് ആരെയാണ് ഇൻഡക്ഷനിലോട്ട് കൊണ്ടുവന്നത്, ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആഫ്രിക്കൻ യൂണിയനെ G20 ഇൻട്രൊഡ്യൂസ് ചെയ്യലും മോദി ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ G20 എന്താണ് നമ്മുടെ ആഫ്രിക്കൻ യൂണിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വിച്ച് വിൽ ബി എ ഫെദർ ഇൻ ഇന്ത്യാസ് ക്യാപ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ ക്യാപ്പിൽ ഒരു പൊൻതൂവല ശരിക്കും. അതായത് ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് തന്നെയാണ് ഇന്ത്യ ചെയ്തൊരു ആഫ്രിക്കൻ യൂണിയനെ കൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഗോസ് ത്രൂ, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയാൽ, ഇഫ് ഇറ്റ് ഗോസ് ത്രൂ വെൽ, നല്ല രീതിയിൽ പോയാൽ അത് നമുക്ക് ഇന്ത്യക്ക് ഒരു നല്ലൊരു എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും. Internally, the Indian G20 presidency has been marked by a distinct effort to democratize the process by holding 220 meetings across 60 Indian cities, which, though colossally expensive, has ensured a showcasing of India's diversity. ശരിക്കും ഇന്റേണലി ഇന്ത്യയുടെ ഉള്ളിൽ മറ്റ് സ്റ്റേറ്റുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇന്റേണലി G20 പ്രസിഡൻസിയിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഒരു വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടൊരു എഫേർട്ടാണ് ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ഇന്റേണലി G20 സമ്മിറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡെമോക്രറ്റൈസ് ചെയ്യുമ്പം ഇറ്റ്സ് എ പ്രോസസ്. ആക്ച്വലി അത് ഡെമോക്രറ്റൈസ് ചെയ്യുന്ന പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ 220 മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. ഇന്ത്യയുടെ മേജർ സിറ്റീസിലെല്ലാം വെച്ച് 220 മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നു. അക്രോസ് 220 മീറ്റിംഗ് അക്രോസ് മെയിൻ സിറ്റീസ് 60 മെയിൻ സിറ്റീസിൽ വെച്ചിട്ട്, ഇന്ത്യൻ മെയിൻ സിറ്റീസിൽ വെച്ചിട്ട് മീറ്റിംഗ്സ് വെച്ചുന്നു എന്നുള്ളതാണ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ്. ഭയങ്കര ഹ്യൂജ് എക്സ്പെൻസ് വഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ആ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ ഷോക്കേസ് ചെയ്യുക എന്നാണ് ഉദ്ദേശം. ഇതിൻ്റെ ഡൈവേഴ്സിറ്റിയെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഷോക്കേസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ട് പറയുന്നത്. ഇന്ത്യസ് G20 മൊമെന്റ് ഇസ് ഓൾറെഡി മെമ്മറബിൾ. ഓൾറെഡി G20 ഇന്ത്യ പ്രസിഡൻസിയിൽ G20 നടക്കുന്നു എന്ന് പറയുന്നത് ഓൾറെഡി ഭയങ്കര മെമ്മറബിൾ ആയിട്ട് കാര്യമാണ്. ബട്ട് ദ ഡേയ്സ് അഹെഡ് വിൽ ബി ക്രൂഷ്യൽ ഇൻ സിമെന്റിങ് ഇറ്റ്സ് ലെഗസി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യൂ എന്ന് പറയുന്നത് ദ ഡേയ്സ് അഹെഡ്, വരാൻ പോകുന്ന ദിവസങ്ങൾ ഇസ് റിയലി ക്രൂഷ്യൽ, ഭയങ്കര ക്രൂഷ്യലാണ്. ഇൻ സിമെന്റിങ് ഇറ്റ്സ് ലെഗസി ഒന്ന് ഉറപ്പിക്കുന്നതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ദാറ്റ് ലെഗസി ഹിഞ്ചസ് ഓൺ, അത് ഡിപ്പെൻഡിങ് ഓൺ എൻഷുറിങ് എ ട്രൂസ് അമംഗ് ഇറ്റ്സ് ഫ്രാക്ഷൻസ് മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ മറ്റ് രാജ്യങ്ങളും ഉണ്ടല്ലോ, ഒരു ചെറിയ ഇറിറ്റബിൾ ആയിട്ട് ഇന്ത്യയും ചൈന പോലെ ഉള്ള രാജ്യങ്ങൾക്ക് തമ്മിലിങ്ങനെ കുറച്ച് ബന്ധങ്ങൾക്ക് വിള്ളൽ വന്നേക്കുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒന്ന് ട്രൂസിലെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, മോട്ടീവായിട്ട് വരേണ്ടത് എന്നാണ് ഇവിടെ ഓതർ പറഞ്ഞേക്കുന്നത്. ദാറ്റ് അലൗസ് ഫോർ കൺസെൻസസ് ഓഫ് ദ വേർഷൻ ഓഫ് വൺ എർത്ത്, വൺ ഫാമിലി ആൻഡ് വൺ ഫ്യൂച്ചർ. അപ്പോൾ ഈ G20 സമ്മിറ്റിൻ്റെ മേജർ ആയിട്ടുള്ള മോട്ടോ അല്ലെങ്കിൽ തീം എന്താണ് എന്നുള്ളത് എക്സാമിനൊക്കെ വരും. അതോർത്തന്നെ വൺ എർത്ത്, ഒരു ഭൂമി, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ, ഇതാണ് നമ്മുടെ മോട്ടോ കേട്ടോ G20 സമ്മിറ്റിൻ്റെ. അപ്പോൾ അതായിരിക്കും ഇനി വരുന്ന നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ നമ്മുടെ വിഷൻ. വേറെ എല്ലാം മറ്റ് ജിയോ പൊളിറ്റിക്കൽ ബോർഡർ കാര്യങ്ങളെല്ലാം ഇതിന് അതീതമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം, ഇനിയുള്ള ദിവസത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു രാജ്യം, അതുപോലെ തന്നെ ഒരു എർത്ത്, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു എന്താ പറയുക, ഒരു ഭാവി. ആ ഒരു അർത്ഥത്തിൽ ആ ഒരു മോട്ടോ ആണ് നമ്മുടെ G20 സമ്മിറ്റിൻ്റെ മോട്ടോ കേട്ടോ. അപ്പോൾ എക്സാമിന് ഇത് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.
സോ മൂവിങ് ഓൺ, നമുക്ക് ആർട്ടിക്കിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ്. ഇതൊരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. കൂടുതലായിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. എന്തായിരിക്കാം എന്നുള്ളൊരു അനലിറ്റിക്കൽ ആയിട്ട് അതിനെ വ്യൂ പോയിന്റിൽ കാണുന്നു. എന്തായിരിക്കണം ഇന്ത്യയുടെ ഉദ്ദേശം, എങ്ങനെ പോകുന്നു ഇന്ത്യയുടെ കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്? നത്തിങ് മോർ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ക്ലിയർ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ് പീപ്പിൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. താമസിച്ച് വന്നവർക്കൊക്കെ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് പോവാം. നമ്മുടെ വേർഡ്സിലോട്ട് പോവാം. സിനോണിംസ് ആന്റണിംസ് ഒക്കെ നമുക്ക് പോവാം. നോട്ട് ഞാൻ നമ്മുടെ ആപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡെയിലി ബേസിസിൽ നമ്മൾ എല്ലാ നോട്ട്സ്, യൂട്യൂബിൽ എടുക്കുന്ന എല്ലാ നോട്ട്സും എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ആപ്പിൽ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എടുക്കാം. ചെയ്യാൻ ഇത്രേ ഉള്ളൂ. Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൈൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കാൻ മറക്കണം. ഞാനിവിടെ എപ്പോഴും പറയും, പല കുട്ടികളും പറയും അയ്യോ എനിക്ക് ഇന്ന ഇത് കിട്ടുന്നില്ല, ഹിന്ദി ഇതാ കിട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക, ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ കേരള എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് കമ്മ്യൂണിറ്റിയിലോട്ട് വരിക. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നോക്കുമ്പോൾ റിന്റു മിസ് PDF ഫ്രീ PDF എന്ന് പറയുന്ന ഗ്രൂപ്പ് നമുക്ക് ഓരോ ടീച്ചേഴ്സിനും ഇവിടെ ഉണ്ട്. ഗ്രീഷ്മ മിസ്സിൻ്റെ, എൻ്റെ, പിന്നെ എന്താണ് നന്ദിനി മിസ്സിൻ്റെ, ശ്രുതി മിസ്സിൻ്റെ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ അതുപോലെ അവിടെ വന്നിട്ട് നിങ്ങൾ ഫോളോ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഫോളോ ചെയ്യാം. എന്നിട്ട് റെഗുലറായിട്ട് PDFും നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം കേട്ടോ. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വേർഡ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ KSൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ KSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കണ്ട. ഡിഗ്രി മെയിൻസ് ഒക്കെ എഴുതിയവരുണ്ട്, ഡിഗ്രി പ്രിംസിനൊക്കെ പ്രിപ്പയർ ചെയ്തവരുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലെവൽ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. സംഭവം റിസോഴ്സ് ഒക്കെ കറക്റ്റായിട്ട് സ്മാർട്ട് വർക്ക്, ദാറ്റ്സ് ഹൗ വി ഡു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ സ്മാർട്ട് വേ അത് വേണം. നമ്മൾ KSനായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക ജേർണി, ആ ലെവലിൽ വേണം ജേർണി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4500 രൂപയാണ്. 4399 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആകും. ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് Y314 എന്ന കോഡ് എൻ്റെ കോഡാണ്, അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫയർമാൻ്റെ ബാച്ച് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡയറി ഫാമിൻ്റെ 8ാമത്തെ ബാച്ച്, ഇൻസ്ട്രക്ടറിൻ്റെ 8ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2400 രൂപയാണ് കോഴ്സ് ഫീ. അതിനുള്ളിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എല്ലാ ക്ലാസ്സിലും ലൈവാണ്, ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ്. അതിനുശേഷം അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആവും. ഒരു 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആവും. നോട്ട്സ് ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പ് ആൻഡ് ടെലിഗ്രാം ചാനൽസ് അവൈലബിൾ ആണ്. ഡൗട്ട്സ് ഒക്കെ കൃത്യമായിട്ട് ചോദിച്ചു പോകാം. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പും ഉണ്ടാവും. അപ്പോൾ ആ ലെവലിൽ ക്ലാസ്സുകളൊക്കെ ഉഷാറായിട്ട് പോയി നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലർ ബേസിസിൽ പഠിച്ചു പോകാം. എല്ലാം അവിടെ തന്നെ അവൈലബിൾ ആണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ ബിഫോർ സിനോണിംസ്, ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്രേസൽ വെർബിലോട്ടും ഹിഞ്ചസ് ഓൺ സംതിങ് അല്ലെങ്കിൽ ഹിഞ്ച് ഓൺ സംതിങ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഹിഞ്ച് ഓൺ സംതിങ്, ഇത് ഇന്നതിൽ ഹിഞ്ച് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹിഞ്ച് ഓൺ സംതിങ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹിഞ്ച് ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ സംതിങ്, റിലൈ ഓൺ സംതിങ്, ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആശ്രയിച്ചിരിക്കുക. അതാണ് ഹിഞ്ച് ഓൺ സംതിങ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള, ഇന്ന് നമ്മൾ ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ വായിച്ചപ്പോഴും ഇൻ ദ ഫേസ് ഓഫ് സം ഓഡ്സ് എന്ന് പറഞ്ഞു അല്ലേ, ലൈക്ക് COVID-19 പാൻഡമിക്, അതുപോലെ തന്നെ നമ്മുടെ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറഞ്ഞാൽ വെൻ കൺഫ്രണ്ടഡ് വിത്ത്, അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ, ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ, ഇൻ ദ ഫേസ് ഓഫ് എ വാർ, ഇൻ ദ ഫേസ് ഓഫ് എ കലാമിറ്റി, ഇൻ ദ ഫേസ് ഓഫ് ഫ്ലഡ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് ഇൻ ദ ഫേസ് ഓഫ്, വെൻ കൺഫ്രണ്ടഡ് വിത്ത് എന്ന യൂസേജ്. അടുത്ത നോക്കിക്കേ, ഫെദർ ഇൻ വൺസ് ക്യാപ്പ്. നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ എന്താ പറയുക, പൊൻതൂവൽ. നമുക്കൊരു പൊൻതൂവലാന്ന് പറയുന്നത്. നമ്മുടെ എന്തിന് പൊൻതൂവലാന്ന് പറയുന്നത്? മലയാളത്തിൽ അതിനൊരു ഇതുണ്ട്. എന്തിന് പൊൻതൂവൽ, എന്തൊരു പൊൻതൂവൽ, നമ്മുടെ എന്തെങ്കിലും ഒരു ഫെദർ ഇൻ വൺസ് ക്യാപ്പ്, ക്യാപ്പിലൊരു ക്യാപ്പിനെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കൊരു പൊൻതൂവലായിരിക്കും ഇതൊരു, അങ്ങനെയാണെന്നുള്ള അർത്ഥം. അത് ഇത്രേ ഉള്ളൂ. ആൻ അച്ചീവ്മെൻറ്റ് ടു ബി പ്രൗഡ് ഓഫ്. നമ്മളെല്ലാവർക്കും ഭയങ്കര പ്രൗഡ് മൊമെൻറ്റിൽ ഇരിക്കേണ്ട ഒരു അച്ചീവ്മെൻ്റാണ് ഫെദർ ഇൻ വൺസ് ക്യാപ്പ് എന്ന് പറയാം കേട്ടോ. അതൊരു ഇഡിയമാണ്, വളരെ കോമൺ ആയ എക്സ്പ്രഷനാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ. അതുപോലെ എക്സാമിന് ചോദിച്ചിട്ടും ചോദിക്കാറുമുള്ള ഒരു ഇഡിയമാണ് ഫെദർ ഇൻ വൺസ് ക്യാപ്പ്, ആൻ അച്ചീവ്മെൻറ്റ് ടു ബി പ്രൗഡ് ഓഫ് കേട്ടോ. ഓർത്തുവെച്ചോളൂ. ഓൾറെഡി ക്യാപ്പ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അടിപൊളി ഒരു ലെവലിലാണ്. അപ്പോൾ ക്യാപ്പിലൊരു തൂവൽ കൂടി ഉണ്ടെങ്കിലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ ലെവലിലാണ് അതിനെ നമ്മൾ കണക്കാക്കുന്നത്. ശ്രദ്ധിച്ചോണേ. യെസ്, ഗുഡ് മോർണിംഗ്. ഹൗ ടു സ്മാർട്ട് വർക്ക് ഇൻ SPP and I'm an average in English, how to approach. മനീഷേ, ഒരു കാര്യമുള്ളൂ. നമുക്ക് SBPയോട് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SBPയോട് കട്ട് ഓഫ് ഒക്കെ ശ്രദ്ധിച്ച് കാണും. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റൻ്റ് ആയിട്ടൊരു എക്സാമാണ് SBPO. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ ഇംഗ്ലീഷ് തന്നെയാണ് മെയിൻ. പ്രിലിംസിൽ മെയിനായിട്ട് 30 മാർക്സിന് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം.
ഇംഗ്ലീഷിൽ വീക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അത് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിൽ എഡിറ്റോറിയൽ കാണുക. അവിടെ നമ്മൾ 30 minutes റീഡിംഗ് ആൻഡ് വൊക്കാബുലറി നമ്മൾ ഡെയിലി പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി പോകണം. ഫൗണ്ടേഷൻ, ഒരു നല്ലൊരു ഫൗണ്ടേഷൻ മനുഷ്യനില്ലെങ്കിൽ കോഴ്സ് എടുത്ത് തന്നെ ജോയിൻ ചെയ്ത് തന്നെ പഠിക്കുക. നല്ല ഫൗണ്ടേഷനോടെ വേണം. കാര്യം ഓരോ ഇതിൽ നിന്ന് ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റൻ, പ്രൊനൗൺസിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റൻ വരും, നൗണിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റൻ വരും, അഡ്ജക്റ്റീവിൽ നിന്ന്, അഡ്വേർബിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, അതുപോലെ ഫിക്സഡ് പ്രൊപ്പോസിഷൻസ് ഒക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അതുപോലെ ടെൻസസിൽ നിന്ന് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അങ്ങനെ എല്ലാ ടോപ്പിക്കുകളുടെ ഒരു ഗ്രാഹ്യം മനുഷ്യന് വേണം. അതിനുശേഷം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അത് നമ്മൾ മോക്ക് ടെസ്റ്റുകളിലൂടെയാണ്. സ്പീഡ് ആൻഡ് ആക്യുറസി വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഒരേ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ചെയ്ത് പഠിക്കുക. ചെയ്ത് നമ്മൾ അറിയണം. ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ വേ ടു ഡു. അപ്പം ഒരു ആദ്യ ലെവലിൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്നുള്ളൂ. ഫൗണ്ടേഷനൊക്കെ ഉള്ള ആളാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക. ഡൗട്ട് വരുമ്പോൾ ചോദിക്കുക. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് പഠിക്കുന്നതിലല്ല, എടുത്തിപ്പോൾ 2 മണിക്കൂറേ ഞാൻ പഠിക്കുന്നുള്ളൂ, 3 മണിക്കൂറേ ഞാൻ പഠിക്കുന്നുള്ളൂ. ആ ടൈമിൽ അത് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ദാറ്റ്സ് ഓൾ കേട്ടോ. ഓക്കെ, യെസ്. Good morning, Anaga. It hinges on his decision. That's great. This project is going to Lakshmi, going to be a feather in one's cap. No, in our cap. Sorry, our cap. Going to be be out of correct. Be self-reliant and don't hinge on anybody. That's great. In the face of COVID-19, people were hinged on മൊബൈൽ ഫോൺ. പീപ്പിൾ വേർ ഹിഞ്ച്ഡ് ഓൺ അല്ല, പീപ്പിൾ ഹിഞ്ച്ഡ് ഓൺ മതി, വേറെ ആവശ്യമില്ലടാ. അത് പാസീവ് വോയിസ് അല്ലല്ലോ. അപ്പോൾ അത് ആക്റ്റീവ് വോയിസിലാകുമ്പോൾ പീപ്പിൾ ഹിഞ്ച്ഡ് ഓൺ, പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ, അത് മതി. പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ മൊബൈൽ ഫോൺ വേണം കേട്ടോ. ശബരി, ആസ് എ ബൈപാർട്ടിസൺ ഓഫ് ദ റൂളിംഗ് പാർട്ടി, ഹി ഓൾവേസ് കണ്ടംസ് ദ ഒപ്പോസിഷൻ ഈവൻ ദോ ഹി ഹിഞ്ചസ് ഓൺ ദ സജഷൻസ് ഓഫ് ഒപ്പണന്റ് പാർട്ടീസ് ഡെമോഗോഗ്. ഒപ്പണന്റ് പാർട്ടീസ് ഡെമോഗോഗ്. ഓക്കെ, ഒപ്പോസിഷൻ പാർട്ടിയാണ്, ഒപ്പണന്റ് പാർട്ടിയല്ല, ഒപ്പോസിഷൻ പാർട്ടീസ് എന്നാണ് കുറച്ചുകൂടി ബെറ്റർ യൂസ്. ഒപ്പണന്റ് പാർട്ടിയും തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. ഗ്രമാറ്റിക്കലി തെറ്റൊന്നുമില്ല, ഞാൻ കുറച്ചൊരു ആക്യുറസിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഡോണ്ട് ഹിഞ്ച് ഓൺ എനിബഡി ഓർ എനിത്തിങ് ഇഫ് യു വോണ്ട് ടു ആഡ് ഫെദർ ഇൻ യുവർ ക്യാപ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഡോണ്ട് ഹിഞ്ച് ഓൺ അതേഴ്സ് ഫോർ യുവർ നീഡ്സ്. ഗ്രേറ്റ് ആദിത്യ. കുറേ നാളായല്ലോ ആദിത്യനൊക്കെ കണ്ടിട്ടിപ്പം. അതുപോലെ ആര്യ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് നൗ ഹിഞ്ചസ് ഓൺ ഹർ ഫാമിലി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഗ്രാബിംഗ് PhD is going to be a feather in his cap. That's great. അടുത്ത് നോക്കുക, കോൾ ഔട്ട്. നമ്മൾ ഒരാളെ കോൾ ഔട്ട് ചെയ്യുന്ന ഒന്ന് ഒച്ചത്തിൽ വിളിക്കുക, ലൗഡർ ആയിട്ട് നമ്മളൊരാളെ വിളിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കോൾ ഔട്ടിനെ. അല്ലാതെ കോൾ ഔട്ടിന്റെ മറ്റൊരു അർത്ഥമാണ് സമൺ ഇൻ ടു ആക്ഷൻ. നമുക്ക് അത്യാവശ്യം ഒരു കാര്യത്തിന് ഇമീഡിയറ്റ് ആയിട്ട് ഒരു എമർജൻസി, ഒരു അത്യാവശ്യത്തിന് ഒരാൾ ആവശ്യമുണ്ട് ടു ഡു സംതിങ് വെരി ഏർജന്റ്ലി. അങ്ങനെ വരുമ്പോൾ നമ്മൾ യു സമൺ സംബഡി ഇൻ ടു ആക്ഷൻ. ആക്ഷൻ അവിടെ പ്രവർത്തിക്ക് ആവശ്യത്തിന് ആൾ വേണം, അതിനുവേണ്ടി യു സമൺ ഇൻ ടു ആക്ഷൻ. അതിനെയാണ് കോൾ ഔട്ട് ചെയ്യാന്ന് പറയാം. വിളിക്കുക അല്ലേ, ഒരാൾ നമ്മളൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ വിളിക്കുന്നതിന് കോൾ ഔട്ട് എന്ന് പറയും അല്ലേ. കോൾ ഔട്ട് ഫോർ ഹെൽപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് കോൾ ഔട്ട് എന്ന് യൂസേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോൾ ഔട്ട് ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്താണ്. അടുത്ത് ഇഗാലിറ്റേറിയൻ. ഞാൻ പറഞ്ഞു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയിൽ ഇഗാലിറ്റേറിയൻ എന്താണ്, ഇഗാലിറ്റേറിയൻ നേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബിലീവിങ്, അതൊരു അഡ്ജക്റ്റീവായിട്ട് ഇഗാലിറ്റേറിയൻ ഉപയോഗിക്കും. അതുപോലെ ഒരു നൗൺ ആയിട്ടും ഇഗാലിറ്റേറിയൻ ഒരു ആളെയും വിളിക്കാം, എ പേഴ്സൺ, വൺ ഹൂ ഈസ് എന്നുള്ള അർത്ഥം പറയാം. അതുപോലെ ഇഗാലിറ്റേറിയൻ ഒരു അഡ്ജക്റ്റീവാണ്. ബിലീവിങ് ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഈക്വൽ ആൻഡ് ഷുഡ് ഹാവ് സെയിം റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവരും ഒരുപോലെയാണ്, അത് ഇന്ന ആളെന്നില്ല, മനുഷ്യരെന്തും ആയിക്കോട്ടെ, എന്തൊക്കെ കാസ്റ്റ്, ക്രീഡ്, റിലിജൻ, ജെൻഡർ, അല്ലെങ്കിൽ എന്തൊക്കെ എനിത്തിങ് ക്യാൻ ബി. അപ്പോൾ അതിൽ എല്ലാവരും ഈക്വലാണ്, എല്ലാ മനുഷ്യരും ഈക്വലാണ്, ഒരേപോലെയാണ് കാണുന്നത്. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയും ഒരേ റൈറ്റും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമുക്ക് ഇഗാലിറ്റേറിയൻ എന്ന് വിളിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഇഗാലിറ്റേറിയൻ എന്ന് നമുക്ക് പറയാം. സോ അഡ്ജക്റ്റീവായിട്ടും അതേപോലെ തന്നെ നമുക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇഗാലിറ്റേറിയൻ. ഓർത്തോണേ, ഇഗാലിറ്റേറിയൻ. ഓൾ റൈറ്റ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ ലെറ്റ് മീ സീ. Someone claims that the earmark is considered the feather of government's cap in the fixing of the abysmal issue. Great. He hinges on his parents for his daily expenses. All right, that's great. His knowledge and wisdom are hinge on. ആറവിടെ എന്തിനാടാ അനുപേ, 6 കൊടുത്തിട്ട് പിന്നെ V1 നമ്മൾ കൊടുക്കുമോ? 6 ഒരു ബി ഫോർമുലേഷനാണ്. ബി ഫോർമുലേഷനോട് ഒരു കാരണവശാൽ V1 കൊടുക്കരുത്. ബി ഫോർമുലേഷനോട് ഒന്നെങ്കിൽ ING ഫോം V4, അല്ലെങ്കിൽ ബി ഫോർമുലേഷനോട് നമ്മൾ കൊടുക്കാം V3 ഫോർ മേക്കിംഗ് ഇറ്റ് പാസീവ് ആക്കാൻ V3 കൊടുക്കാം. അല്ലാതെ ആർ ഹിഞ്ച് ഓൺ ഇല്ല, വെറുതെ കൊടുത്താൽ മതി. ഹിസ് നോളജ് ആൻഡ് വിസ്ഡം ഹിഞ്ച് ഓൺ, അവന്റെ നോളജും അവന്റെ വിസ്ഡവും. ഹിസ് നോളജ് ആൻഡ് വിസ്ഡം ഹിഞ്ച് ഓൺ, അത് മതി. സെലക്ഷൻ എന്ന് കൊടുക്കാം, ഓൺ ദ സെലക്ഷൻ. കോൾ ഔട്ടിന് ഓൾസോ കണ്ടം സംവൺസ് റോങ് ഡൂയിങ് റൈറ്റ്. നമ്മൾ
ഒച്ചത്ത് വിളിച്ചു പറയാന്ന് പറയില്ലേ, ഒച്ചത്ത് വിളിച്ചു പറയാന്ന് പറയുമ്പോൾ അത് ഒരാളുടെ തെറ്റ് വിളിച്ചു പറയാം അല്ലേ, അയ്യോ ദേ ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കോൾ ഔട്ട് ചെയ്യില്ലേ. ക്രിട്ടിസൈസ്, പബ്ലിക് ആയിട്ടുള്ള ക്രിട്ടിസൈസ് എന്നൊരു അർത്ഥം ഉണ്ട് കോൾ ഔട്ടിന് കേട്ടോ. 4 വേരിയേഷൻ ഓഫ് മീനിങ്ങുകളോളം നമ്മുടെ ഫ്രേസൽ വേർബിന് വരും, അക്കോർഡിംഗ് ടു കോണ്ടെക്സ്റ്റ് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് ഇപ്പം ഇതിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സമ്മൺ ഇൻറ്റു ആക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ നമ്മൾ ലൗഡറായിട്ട് ഒരാൾ വിളിക്കുക, ഒച്ചത്തിൽ ഒരാളെ വിളിക്കുക എന്നുള്ള രീതിയിൽ വരാം, ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ള രീതി വരാം. അതൊക്കെ നമ്മൾ ഇന്നാൾ എനിക്ക് തോന്നുന്നു കുറച്ചായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, അന്ന് നമ്മൾ 4-5 മീനിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യെസ് മനീഷ, അതും കറക്റ്റാണ്, അതും കറക്റ്റ് യൂസേജ് തന്നെയാണ്, ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ള രീതിയിൽ. Teacher called out the student while he was prattling amid the class. Great. While seeing the venomous snake in his home, he called out the animal rescue team. That's great. That's great. അപ്പോൾ hinge on something in the face of അതുപോലെ തന്നെ feather in one's cap, call out, egalitarian എന്നുള്ളതാണ് ഫസ്റ്റ് സെറ്റ്. അടുത്ത സെറ്റിലൂടെ നമ്മൾ പോവാണ്. അതിന് മുമ്പ് anomaly naysayers will keep up with എടാ അനോമലി എന്ന് പറഞ്ഞ ഒരു ഇതാണ്, ഒരു ഡിഫക്റ്റ്, അങ്ങനെ ഒരു കാര്യം പറയുന്നത്. നെയ്സേഴ്സ് ലീഡേഴ്സ് എന്നറിയത്തില്ല, വിൽ സേ കം അപ്പ് വിത്ത് റിജിഡ് സൈറ്റേഷൻ. പിന്നെ അനോമലി അവിടെ കൊടുത്തെന്തിനാ? അനോമലി അവിടെ ഒരു കറക്റ്റ് അല്ലല്ലോടാ. വെൻ നെഗറ്റീവ് ഇഫക്റ്റ് ഹാപ്പൻസ് ഇൻ the society that is not opposite to the egalitarian government, and it truly seems to be prejudiced. ഓക്കെ, അവിടെ അനോമലി എന്ന വാക്കൊരു എന്താ പറയുക, മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നു, ഐ മീൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നു. ഓക്കെ, മിസ്പ്ലേസ്ഡ് ആയിട്ട്. അടുത്ത ഷോർട്ട് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കുറവാ, അയ്യോ തീർന്നു പോയല്ലോ, വി ആർ ഷോർട്ട് ഓഫ് ഫുഡ്, വി ആർ ഷോർട്ട് ഓഫ് വാട്ടർ എന്നൊക്കെ പറയില്ലേ. സോ ഷോർട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് ഓർത്ത് വെച്ചോളാം. അതൊരു ആ ഫ്രേസിന്റെ അർത്ഥം ഇതാണ്, ലെസ് ദാൻ, ആവശ്യത്തിലധികം, ആവശ്യത്തിൽ കുറവ്, ലെസ് ദാൻ. ഹാവിങ് not adequate, not having adequate anything, adequate resources or anything, adequate ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ട് കാര്യം ഇല്ല, ഇൻസഫീഷ്യൻ്റ് ആണ്, അതിനൊക്കെ നമുക്ക് വിളിക്കാം ഷോർട്ട് ഓഫ് എന്ന് പറയാം. അപ്പോൾ ഓർത്താൽ മതി, ഇൻസഫീഷ്യൻറ്റ്, ലെസ് ദാൻ എന്നൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ഓഫ് എന്ന യൂസേജ് കൊണ്ട് പറയാം. ഓക്കെ, കോമൺ എക്സ്പ്രഷനാണ്, നമ്മൾ വി ആർ ഷോർട്ട് ഓഫ് എന്നൊക്കെ എപ്പോഴും പറയുന്ന ഒരു യൂസേജ് ആണ്. അടുത്ത ടേക്ക് ഓവർ ചെയ്യാം. ടേക്ക് ഓവർ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇന്ത്യയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ഭരണം ടേക്ക് ഓവർ ചെയ്തില്ലേ, അതിനുശേഷം ഇന്ത്യ തിരിച്ചു പിടിച്ചു, ഇന്ത്യയെ തന്നെ, ഇന്ത്യയുടെ ഇത് കോമൺ പീപ്പിൾ ഗവൺമെന്റ് തിരിച്ചു പിടിച്ചു പറയില്ലേ. സോ ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ അസ്യൂം കൺട്രോൾ ഓഫ്, ദാറ്റ് ഈസ് ടേക്ക് ഓവർ. നമ്മളൊരു ഇത് പറയില്ലേ, ത്രോൺ ടേക്ക് ഓവർ ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഇന്ന കമ്പനി. അതുപോലെ നമ്മൾ ബാങ്ക് ഒക്കെ മേർജ് ചെയ്യുമ്പോൾ ടേക്ക് ഓവർ ചെയ്യാന്നുള്ളൊരു യൂസേജ് പറയും, അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്, അതാണ്. അടുത്ത ഇൻഡക്ഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് സംബഡി ടു എ പോസ്റ്റ് ഓർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലോട്ടോ ഒരു പോസ്റ്റിലോട്ടോ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക്, ആ ഒരു പ്രോസസ്സിന് നമുക്ക് വിളിക്കാം ഇൻഡക്ഷൻ എന്ന് പറയാം കേട്ടോ. ദാറ്റ് ഈസ് ഇൻഡക്ഷൻ, ഓർത്ത് വെച്ചോണേ. ആൻഡ് ചന്ദ്രയാൻ 3 മെയ്ഡ് എ ഫെദർ ഇൻ ഇന്ത്യാസ് ക്യാപ്. ഇന്ത്യയുടെ ക്യാപ്പിലാണെങ്കിൽ അപ്പസ്ട്രോഫി കൊടുക്കടാ, ഇന്ത്യയുടെ ആദിത്യ, ഇന്ത്യ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കാൻ, അത് ഇമ്പോർട്ടൻ്റ്. വൈ ആർ യു ഹിഞ്ചിങ് ഓൺ പ്ലാസ്റ്റിക് കാർ ഇൻസ്റ്റെഡ് ഓഫ് ക്ലോതിങ്? പ്ലാസ്റ്റിക് കവറാണോ? അല്ല, പ്ലാസ്റ്റിക് ബാഗ്. ഇതിന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയും പ്ലാസ്റ്റിക് ബാഗ്സ് എന്ന് പറയാം കേട്ടോ. പ്ലാസ്റ്റിക് ബാഗ് കേട്ടോ ലക്ഷ്മി, അങ്ങ് മലയാളത്തിൽ അങ്ങ് ഫ്ലോയിൽ അങ്ങ് വന്നതാ. അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് ആർ ഷോർട്ട് ഓഫ് ബേസിക് നീഡ്സ് ഓഫ് പീപ്പിൾ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഷോർട്ട് ഓഫ് മണി inhibited him from joining the course. Great, that's great. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാലോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്, വൺ വേർഡ്സ് ആണ്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്, ഓർത്ത് വെച്ചോളൂ. ഫ്രേസൽ വേർബ്സ് ആയാലും വൺ വേർഡ്സ് ആയാലും ഇഡിയംസ് ആണെങ്കിലും ഒക്കെ നമ്മളിവിടെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂസേജ് ആണെന്ന് പറഞ്ഞേക്കുന്നത്, ഓർത്തിരിക്കുക. ആൻഡ് ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. Going to the positive rudimentary stuffs, neighboring countries ആണ് അവിടെ ടേക്സ് ഓവർ വരുമോ? മിനുവേ, കൺട്രീസ് സബ്ജക്റ്റ് സിംഗുലർ അല്ലല്ലോ, പ്ലൂറൽ അല്ലേ. അപ്പോൾ പ്ലൂറൽ വേർബ് കൊടുക്കടാ. ടേക്ക് ഓവർ ദ ആങ്കർ റോൾ ആൻഡ് ഫെസിലിറ്റേറ്റ്, അവിടെയും ഫെസിലിറ്റേറ്റ്സ് കൊടുക്കില്ല, ഫെസിലിറ്റേറ്റ്. കാര്യം നീ അവിടെ കൊടുത്തേക്കുന്ന നെയ്ബറിംഗ് കൺട്രീസ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ നെയ്ബറിംഗ് കൺട്രീസിന്റെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ടേക്ക് ഓവർ കൊടുക്കുക കേട്ടോടാ. ആൻഡ് ഫെസിലിറ്റേറ്റ് കൊടുക്കുക. ദ അറേഞ്ച്മെന്റ്സ് ഫോർ അറ്റൻഡിങ് ടു ദ നീഡ് ഓഫ് പീപ്പിൾ. Great. WhatsApp was taken over by the Facebook team. Yes. Team Adda Malayalam hinge on Rintu ma'am for the editorial analysis, which helped the team to add feather in their cap. All right, that's great. Their cap alla, team alle, team ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ their cap അല്ല, അവിടെ കൊടുക്കുന്ന പൊസിഷൻ എന്താണ്? ഇറ്റ്സ് ക്യാപ്, അതിൻ്റെ. ടീം അട അല്ലേ, ടീം അട മലയാളം എന്ന് പറയുമ്പോൾ അത് ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിന് നമ്മൾ ഇറ്റ്സ് ക്യാപ് എന്ന് കൊടുക്കണം. ഷമാസേ, നീ എന്നെ ഒന്ന് സൂചിപ്പിച്ചാണ്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും വി ആർ ഷോർട്ട് ഓഫ് മണി ടു ഹെൽപ്പ് ദം. ദാറ്റ്സ് ഗ്രേറ്റ്. എമർജൻസി പ്ലാനറി കോൾഡ് ഔട്ട്.
when the unexpected inundation happened. Great. അപ്പോൾ സെറ്റ് ആണല്ലോ. നമുക്ക് നേരെ പോകാമല്ലോ നമ്മുടെ സിനോണിംസ് ആന്റണിംസിലോട്ട്. സോ കൂൾ, പോവാം. അടുത്ത വന്നോ. He phlegmatically gives attention to all the decry when he takes over the post of spearhead. Alright, that's a great one. Moving on, നമ്മുടെ SBPOയുടെ നോട്ടിഫിക്കേഷൻ വന്നു. സെപ്റ്റംബർ 27 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. പിന്നെ നിങ്ങൾ കേട്ടാണ് ഇത്തവണ നമ്മുടെ SBPO അപ്ലൈ ചെയ്യുന്നവർക്ക് ചാൻസ് നോക്കിയിട്ട് എത്ര, നമുക്കൊരാൾ ഇതുവരെ എക്സാം എഴുതിയവർ എത്ര ചാൻസ് ഉണ്ട്? 4 ചാൻസ്. ജനറൽകാർക്ക് 4 ചാൻസേ ഉള്ളൂ. ഇപ്പോൾ 2 തവണയൊക്കെ എക്സാം എഴുതിയവർക്ക് ഇനി 2 തവണയും കൂടി എഴുതാൻ പറ്റുള്ളൂ. ഈ ചാൻസസ് ഈസ് കൗണ്ടിങ് ഓൺ ദ ബേസ് ഓഫ് മെയിൻസ് എക്സാം ആണ്. മെയിൻസ് എക്സാം നിങ്ങൾ എഴുതിയാൽ മാത്രമേ ചാൻസ് ആയിട്ട് കൂട്ടുള്ളൂ. ഇപ്പം മെയിൻസിന് മുമ്പ് മെയിൻസ് പ്രിലിംസ് ഉണ്ടായിരുന്ന സമയത്ത്, മെയിൻസ് ഇല്ലാതിരുന്ന സമയത്ത് ആണെങ്കിൽ ഒറ്റ എക്സാം ഉള്ള സമയത്ത് അതിന് കൗണ്ട് ചെയ്യും. അല്ലാതെ പ്രിലിംസ് മെയിൻസ് ഉള്ളപ്പോൾ പ്രിലിംസ് മാത്രം എഴുതിയവരെ ചാൻസ് ആയിട്ട് കൂട്ടുകയില്ല. അല്ലാതെ മെയിൻസ് എഴുതിയവർക്ക് 4 വട്ടം ജനറൽകാർക്ക് എഴുതാൻ പറ്റുള്ളൂ. OBC-കാർക്ക് 7 വട്ടം ആൻഡ് SC/ST-കാർക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, എത്ര വേണമെങ്കിലും എഴുതാം. അങ്ങനെ ഒരു കാര്യം SB ഇത്തവണ കറക്റ്റായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കട്ട് ഓഫ് ഒക്കെ അറിയാലോ. SBPO എന്ന് പറയുന്ന എക്സാം ഇച്ചിരി നല്ല എഫേർട്ട് എടുത്ത് എഴുതേണ്ട എക്സാമാണ്, ലാഘവത്തോട് കാണരുത്. അതുപോലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ. നിങ്ങൾ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെ ഒരാൾ ബാങ്ക് എക്സാമിന് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, കൃത്യമായിട്ട് റെഗുലർ സ്ട്രാറ്റജി ബേസ് ചെയ്ത് തന്നെ പോവുക. റെഗുലറായിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, ഡൗട്ട് വരുമ്പോൾ ചോദിക്കുക, മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുക. ബേസിക്സ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോയി എന്ന് ഉറപ്പ് വരുത്തുക. കാര്യം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, കെയർലെസ് മിസ്റ്റേക്സ് വഴി ഒരുപാട് പേർക്ക് മാർക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ പോകാൻ, നെഗറ്റീവ്സ് ഒന്നും വരുത്താതെ ഉഷാറായിട്ട് തന്നെ പഠിച്ചു പോകണം. 2400 രൂപയ്ക്കുള്ള നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2300 2300 സംതിങ്ങിനുള്ളിൽ അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക. ഡിസ്കൗണ്ട്, ഏറ്റവും ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിൽ വരിക. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം നമുക്ക്. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് പരമാവധി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് വിടാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ കോമൺ കാറ്റഗറി പോസ്റ്റ്. അവിടെയും ക്ലാസ്സുകൾ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. വെച്ചുകൊണ്ട് സമയം താമസിപ്പിക്കരുത്. അവസാന മുഹൂർത്തത്തിലോട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്ന കയ്യിൽ നിന്നെല്ലാം പോകും. ആ ഒരു പ്രശ്നമുണ്ട്. ഇനി എങ്ങനെ മിസ്സേ പഠിക്കാൻ പറ്റും, ഇനി പഠിച്ചാൽ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴേ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്താം. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ SSCയുടെ ഒരു ലോങ് ടേം ബാച്ച്, CGLൻ്റെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. SSC കാലണ്ടർ ഇറക്കുന്നതിന് മുമ്പേ നമ്മൾ SSC CGLൻ്റെ ബാച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി സ്റ്റോറിൽ ബാച്ച് വന്നിട്ടുണ്ട്. 18-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ SSCക്ക് വേണ്ടി പഠിക്കുന്നവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിപ്പം SSCയുടെ എല്ലാ എക്സാമിനും ഇപ്പം നമ്മൾ സ്റ്റെനോഗ്രാഫറിൻ്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, MTSൻ്റെ റിവിഷൻ ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്. കാരണം എക്സാം വരുന്നത് റൗണ്ട് ദ കോർണറാണ്. സോ അതുകൊണ്ട് അതനുസരിച്ച് അടുത്ത നെക്സ്റ്റ് സെറ്റ് ഓഫ് SSCക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആക്കുന്നു എന്നുള്ളതാണ് ഈ ലോങ് ടേം ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് എക്സാം എഴുതാൻ പോകുന്നു, ഇപ്പോൾ phase 12 എക്സാം വരുമ്പോൾ, അല്ലെങ്കിൽ CGL, CHSL, MTS ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. ലാവിഷായിട്ട്, റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനും എന്നിട്ട് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് എക്സാം ഹോളിൽ കയറാൻ നിങ്ങൾക്ക് പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളും റെഗുലറായിട്ട് തന്നെ ക്ലാസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. SSCക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ എപ്പോഴും വിളിക്കും, എല്ലാ വർഷവും വിളിക്കും. അപ്പോൾ അതിന് മാത്രം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. SSC അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ SSC എക്സാമിന് എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഏജ് വലിയ പ്രോബ്ലം വരും. ഏജ് ഓവർ ആവുന്നതിന് മുമ്പേ നിങ്ങൾ SSC എക്സാമിന് നോക്കുക. PSC പോലെ നമുക്ക് ഒരുപാട് ഏജ് കിട്ടില്ല SSCക്ക്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഫോക്കസ് ചെയ്യുക. 2400 രൂപയ്ക്ക് നമ്മുടെ കോഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പും ടെലിഗ്രാം ചാനലും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ട് ഉണ്ട്, നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതനുസരിച്ച് ക്ലാസ്സിൽ ഉഷാറായിട്ട് കയറുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിനോണിംസ് ആന്റണിംസിലോട്ട് തിരിച്ചു വരാം നമുക്ക്. സോ സിനോണിംസ് ആൻഡ് ആന്റണിംസിൽ ആദ്യത്തെ നമ്മുടെ വാക്ക് തന്നെ കൺസെൻസസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇന്ന് വായിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, കൺസെൻസസ് ആണ് നമ്മളിവിടെ പറയുന്നത്. കാരണം നമുക്കിവിടെ വേണ്ടത് വി ഹാവ് ടു ബിൽഡ് കൺസെൻസസ്. അതായിരുന്നു നമ്മൾ ഇന്ത്യയുടെ G20 സബ്മിറ്റിൽ ഉദ്ദേശിക്കുന്നത്. അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺകോർഡ്, ഹാർമണി, യൂണിസൺ, യൂണിറ്റി, അതിനാണ് കൺസെൻസസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഡിസഗ്രിമെന്റ്, കോൺഫ്ലിക്റ്റ്, ഡിസ്കോഡ്, വഴക്ക്, വക്കാണം, ഡിസഗ്രിമെന്റ്. അതിനാണ് കൺസെൻസസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. വളരെ കോമൺ എക്സ്പ്രഷൻ, ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. അടുത്ത വാക്കും വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ട വാക്കാണ് ട്രൂസ്. ട്രൂസ് എന്ന് പറയുന്നത് ഈ സിനിമയിലൊക്കെ വഴക്ക് കൂടി കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് സിനിമ എല്ലാം കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ട്രൂസ് എന്ന് പറഞ്ഞാൽ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കും. എന്തിനാ? വഴക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തൽക്കാലത്തേക്ക് ഷോർട്ട് ബ്രേക്ക്, തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുക. ഒരു ചെറിയൊരു പീസ്, ആ ഒരു ചെറിയൊരു പീസ് ഇതിൻ്റെ വരവിലാണ് സീസ് ഫയർ അല്ലെങ്കിൽ ആമിസ്റ്റസ്, പീസ്,
റെസ്പൈറ്റ്, അതിനാണ് നമ്മൾ ട്രൂസ് എന്ന് പറയുന്നത്. പക്കാ ഒരു പീസ് മേക്കിംഗ് അജണ്ട പോലെ ഒരു സാധനമൊന്നുമല്ല. സംഭവം ഇത്രേ ഉള്ളൂ, ഒരു താൽക്കാലിക ഒരു വിരാമം ഇവിടെ. അപ്പോൾ നമ്മൾ പറയും റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് സമയത്ത് ഒരു ട്രൂസിന് വേണ്ടി ഒരുപാട് രാജ്യക്കാർ പരിശ്രമിച്ചു, തൽക്കാലത്തേക്കൊന്ന് ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞു അല്ലേ, എന്ത് അതാണ് അപ്പോൾ ട്രൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് എന്താണ്? ഫൈറ്റ്, വഴക്ക്, വാർ, ഹോസ്റ്റിലിറ്റി, കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയാം. ട്രൂസ് സമാധാനം കൊണ്ടുവരാൻ നോക്കുന്നൊരു ആ പ്രക്രിയ ആണെങ്കിൽ വഴക്ക്, ഫൈറ്റ്, ഹോസ്റ്റിലിറ്റി, വാർ, കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ഡിസഗ്രിമെൻറ്റും ഡിസ്കോർഡും ഒക്കെ വരും, ഡിസെൻറ്റും ഒക്കെ വരും കേട്ടോ. അതെല്ലാം ട്രൂസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. പിന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ കാണുന്നത് ഫ്രാക്ഷ്യസ് എലമെന്റ്സ്, ഫ്രാക്ഷ്യസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു. ഫ്രാക്ഷ്യസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തമ്മിലൊരു ഗ്രംപിയാണ്, റോഡ് ഇസ് സോ ഗ്രംപി, അത്ര എളുപ്പത്തിൽ ഒരു ഉരസുന്ന, ഒരു ഇറിറ്റബിൾ ആയിട്ടുള്ള, പീവിഷ് ആയിട്ടുള്ള, ഇൽ ടെമ്പേർഡ്, പ്രിക്ലി, എപ്പോൾ വേണമെയുള്ള വഴക്ക്, എപ്പോൾ വഴക്ക് വരുന്നു എന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ലേ, ആ വഴക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടിക്കുന്ന അല്ലെ ഇങ്ങനെ ദാഹിക്കുന്ന, അതാണ് പ്രിക്ലി, എപ്പോൾ വഴക്കുണ്ടാക്കാം അതിനു വേണ്ടി ഇരിക്കുന്നത്. സോ പ്രിക്ലി, പീവിഷ്, ഗ്രംപി, ഇറിറ്റബിൾ എന്നൊക്കെ ഫ്രാക്ഷ്യസ് ആയിട്ടുള്ള വാക്കിന്, ഫ്രാക്ഷ്യസ് എന്ന വാക്കിൻ്റെ ഇതായിട്ട് നമുക്ക് പറയാം. ഓൾറൈറ്റ്, ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചില്ലേ, ഫ്രാക്ഷൻ ഒരു മെയിൻ ഗ്രൂപ്പിൽ നിന്ന് അടിച്ച് പിരിഞ്ഞ് പോകുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാക്ഷൻ എന്ന് പറയുക, ഫാക്ഷൻ. അപ്പോൾ അതും ഇതൊക്കെയായിട്ട് ബന്ധമുണ്ട്, കണക്റ്റഡ് ആണ്. പിന്നെ ഫ്രാക്ഷൻ എന്ന് പറയാലോ, ഫ്രാക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു പാർട്ട് എന്ന് അർത്ഥം. ഫ്രാക്ഷൻ മീൻസ് എ പാർട്ട് ഓഫ് സംതിങ്. ഫ്രാക്ഷൻ ഇസ് എ പാർട്ട് ഓഫ് സംതിങ്. അതുപോലെ സോ ഫ്രാക്ഷ്യസ് എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ, ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളതല്ല, ഒരു വഴക്കോ അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടന്റഡ്. കണ്ടന്റഡ് മീൻസ് സാറ്റിസ്ഫൈഡ്, നല്ല സമാധാനത്തോടെ, കണ്ടന്റ്മെൻറ്റോടെ, കണ്ടന്റഡ്, സാറ്റിസ്ഫൈഡ്, അഫബിൾ, എന്ന് പറയില്ലേ, ഫ്രണ്ട്ലി, ജീനിയൽ എന്നൊക്കെ പറയില്ലേ. കണ്ടന്റഡ്, സാറ്റിസ്ഫൈഡ് ആണ്, അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ, ഓർത്ത് വെച്ചോണം. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ, ഫസ്റ്റ് പേജിലല്ല, ഫസ്റ്റ് 2 ലൈൻസിനുള്ളിൽ തന്നെ ഡിസ്കസ് ചെയ്ത വാക്കുകളാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. The victory of Indian military over Pakistan added a feather in its cap. Great. Chandrayaan 3 is the feather in cap and we took over the dignity. ഇല്ല അങ്ങനെയല്ലടാ, അവിടെ ശബരി ഒരു ചെറിയൊരു വ്യത്യാസം, ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല സെൻറ്റൻസ്, നമുക്ക് ഇങ്ങനെ മാറ്റാം. ചന്ദ്രയാൻ 3 ആഡ്സ് ഫെദർ ഇൻ ഇന്ത്യാസ് ക്യാപ് എന്ന് കൊടുക്കാം. ആഡ്സ് അല്ല, ആഡഡ്. ചന്ദ്രൻ 3 ആഡഡ് പാസ്റ്റ് ടെൻസ് കൊടുക്കുക, കാര്യം നീ അത് കഴിഞ്ഞിട്ട് ആൻഡ് വി ടുക്ക് ഓവർ ദ ഡിഗ്നിറ്റി എന്ന് പറയില്ല, അതുകൊണ്ട് പാസ്റ്റ് ടെൻസ് തന്നെ രണ്ടും കൊടുക്കാം കേട്ടോ ശബരി. Chandrayaan 3 added feather in India's cap and we took the dignity എന്ന് കൊടുക്കാം. We took over the dignity. WhatsApp was taken over by the Facebook company. Okay, that dilatory decision of a prime minister made a quarrel among people. അവിടെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പി ക്യാപിറ്റൽ, മിനിസ്റ്റർ എം ക്യാപിറ്റലോട്ട് അനുപേ, അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ, എപ്പോഴും എഴുതുമ്പോൾ അങ്ങനെ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാം. ബ്രിട്ടൻ ക്രൗൺ ടുക്ക് ഓവർ ദ കൺട്രോൾ ഓഫ് ഇന്ത്യ ഫ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1858. Great. They are trying to maintain peace and harmony in the conflicted areas. Great. That was a fractious discussion made by him. All right. Wedding is not just an event wherein people squander their money. In fact, it is a consent which had a lot of responsibilities. Yes, it is. എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറേ റെസ്പോൺസിബിലിറ്റീസും കൂടെ വരും. അതുപോലത്തെ ഒരു കാര്യമാണ് വെഡിങ്. യെസ് ഇറ്റ് ഇസ് അല്ലേ. വെഡിങ് ഇസ് ജസ്റ്റ് എൻ ഈവൻറ്റ് എന്ന് കൂട്ടാം, ബിക്കോസ് അതൊരു സെറിമണിയാണ്. പക്ഷേ മാരേജ്, അതാണ് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. മാരേജ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. വെഡിങ് ഒരു ദിവസത്തെ ആഘോഷമാണ്, മാരേജ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ദാമ്പത്യം എന്ന് പറയുന്ന സാധനം കേട്ടോ ഷമാസെ. ദാറ്റ്സ് ഇറ്റ്. നീ ഉദ്ദേശിക്കുന്നതല്ലേ. ഇറ്റ് ഈസ് ഓൾറെഡി ഹൈലൈറ്റഡ് ഇൻ ദ അസെന്റ്. If any despotic or cure fish behavior happens from the hosting side, each and every person who takes part in the forum will immediately call for a truce. All right, that's great. Success of Chandrayaan 3 is one more feather in India's cap. That's great. That's great. Consensus will be made between India and Britain on trade only if it is fair for ബ്രിട്ടൻ. ഓക്കെ, ആ ഫെയർ ഈ ഫെയർ അല്ലടാ, FAIR ഫെയർ. ആദ്യത്തെ FAIR, ഇറ്റ്സ് നോട്ട് ഫെയർ. ആ ഫെയർ മറ്റേ FARE ഫെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീസ് ഇല്ലേ, ആ ഫീസിനെയാണ് നമ്മൾ ഫെയർ എന്ന് പറയുക. ആ ഫെയർ അല്ല, ബസ് ഫെയർ ഒക്കെ പറയില്ല ആ ഫെയർ. അപ്പോൾ ഇത് മറ്റേ ഫെയർ, FAIR ഫെയർ. നമ്മുടെ എന്താ പറയുക, ഹോമോണിം സെഡ് ദ മിനിസ്റ്റർ ഋഷി സുനക്. സുനക് നെസ് ക്യാപിറ്റൽ. India needs to build a consensus with China for the proper holding of the G20 summit. Yes. ദാറ്റ്സ് എ ടാസ്ക് അല്ലേ, അതൊരു ടാസ്ക്കാണ്. അത് സെറ്റിലോട്ട് പോകാം. പ്രീ എമിനൻറ്റ്. എന്താണ് പ്രീ എമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ലീഡിങ്, ഫോർമോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഏറ്റവും
ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഏറ്റവും ഫോമോസ്റ്റ് ആയിട്ട് പ്രീ എമിനന്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മളല്ലേ പ്രീ എമിനന്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കിയോ. ലീഡിംഗ് കമ്പനിയാണ്, ഫോമോസ്റ്റ് കമ്പനിയാണ്, ഗ്രേറ്റസ്റ്റ് കമ്പനിയാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് പ്രീ എമിനന്റ്. ആന്റണിം എന്താണ്? അൺനോൺ. ഓ, ഇത് നമ്മുടെ കോമൺ ആയിട്ട്, ഓ ഇത് ഇവിടെ എല്ലാവരും ഉള്ള പോലെ ഒരു കമ്പനിയാണ്, അത്ര വലിയ പുതിയുള്ള കമ്പനി അല്ലെ. അൺനോൺ, അൺഡിസ്റ്റിങ്വിഷ്ഡ്. പ്രിയമിനന്റ് എന്ന് പറഞ്ഞാൽ പേര് കേട്ട ലീഡിംഗ് ആയിട്ടുള്ള ഏറ്റവും അല്ലെ എല്ലാവരും അറിയുന്നതാണ്, സുപ്പീരിയർ ആയിട്ടുള്ള എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺനോൺ, അൺഡിസ്റ്റിങ്വിഷ്ഡ് അല്ലെങ്കിൽ ഇൻഫീരിയർ എന്നൊക്കെ പറയും. അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്, പ്രീ എമിനന്റ് ഓപ്പോസിറ്റ് കേട്ടോ. അടുത്ത ഹാംസ്ട്രിങ് അഡ്ജക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഹാംസ്ട്രിങ് എന്നൊരു വേർബ് ഉണ്ട്, അതിൻ്റെ V3 ഫോർമുലേഷൻ ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിന് എന്ത് കൊടുക്കാം, നമുക്കതിനെ എന്താണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. എല്ലാ V3 നമുക്ക് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഹാംസ്ട്രിങ് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള, ഇൻസഫിഷ്യൻ്റ് ആയിട്ട്, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള. അതിൻ്റെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ലിറ്ററൽ മീനിങ്ങിൽ ഹാംസ്ട്രിങ് ആവുക എന്ന് പറഞ്ഞാൽ ക്രിപ്പിൾ ആവുക എന്ന് അർത്ഥമുണ്ട്. ഹാൻഡിക്യാപ്പ് ആവുക, ക്രിപ്പിൾ ആവുക. അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആവുക അല്ലെങ്കിൽ ക്രിപ്പിൾ ആവുക എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു നമ്മുടെ കേപ്പബിലിറ്റി ഇല്ലാതെ ഇരിക്കുക എന്നുള്ള അവസ്ഥ അല്ലേ, യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് അല്ലേ, ക്രിപ്പിൾഡ് ആവുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥം അല്ലേ. സോ ആ അർത്ഥത്തിലാണ് അതിൻ്റെ ഒരു വരിക, ഓപ്പോസിറ്റ് വരിക. അപ്പം ക്രിപ്പിൾഡ് ആവുക ഇൻകേപ്പബിൾ ആവുക എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്തോരം, കേപ്പബിൾ ആവുക. എക്സ്പീഡിയൻറ്റ്, വളരെ പെട്ടെന്ന് ക്വിക്ക്ലി ഒരു കാര്യം ചെയ്യാൻ അല്ലെ, എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ആർ എക്സ്പീഡിയൻറ്റ് എന്ന് പറയും. നല്ല ഉഷാറായിട്ടൊരു കാര്യം ചെയ്യുന്ന ഒരാളാണ്, ദാറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ്. അതുപോലെ എഫിഷ്യൻറ്റ്, സക്സസ്ഫുൾ ഒക്കെ പറയാം കേട്ടോ. അതൊക്കെയാണ് ഹാംസ്ട്രിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം. ഹാംസ്ട്രിങ് നമ്മൾ ഒരു നെഗറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സക്സസ്ഫുൾ, എഫിഷ്യൻറ്റ്, എക്സ്പീഡിയൻറ്റ്, കേപ്പബിൾ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത് നോക്കിയേ, എക്സാസബേറ്റ് ചെയ്യുക. എക്സാസബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേഴ്സൺ ചെയ്യുക, അഗ്രവേറ്റ് ചെയ്യുക, ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നൊക്കെ പറയാം. എക്സാസബേറ്റ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഓർത്ത് വെച്ചോണം, അത് നമ്മുടെ എക്സാസബേറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് ചോദിച്ചാൽ എപ്പോഴും കൺഫ്യൂസിങ് വേർഡ്സ് വരുന്ന വാക്കാത്. എക്സാസബേറ്റ് പഠിച്ചിട്ടില്ല നമ്മൾ. എന്താ എക്സാസബേറ്റും എക്സാസ്പെറേറ്റ് എന്താ, അതും വേർബാണ്. എക്സാസ്പെറേറ്റ് എന്തായാലും മീനിങ് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും പെട്ടെന്നൊന്ന് കോമന്റ് സെക്ഷനിൽ ഇട്ടേ. എക്സാസബേറ്റ് വേഴ്സൺ ചെയ്യുക, വഷളാക്കുക, അഗ്രവേറ്റ് ചെയ്യുക, വീണ്ടും ഇൻറ്റൻസിഫൈ ചെയ്യുക അല്ലെ, എരുതിയിൽ എണ്ണ ഒഴിക്കുക, അതൊക്കെയാണ് എക്സാസബേറ്റിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കാം, സ്മൂത്ത്, കാമാക്കുക, എന്നൊന്ന് ക്വയറ്റ് ആൻഡ് കാമാക്കുക, സമാധാനത്തിലാക്കുക, റെഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, അലിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയാം കേട്ടോ. നമുക്ക് എക്സാസബേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിനെ നമുക്ക് പല വാക്കുകളുണ്ട് അതിന് ഇതായിട്ട് പറയുന്നത്. അലിവേറ്റ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, കുറയ്ക്കുക എന്ന് പറയില്ലേ, റെഡ്യൂസ് ചെയ്യുക എന്ന് പറയില്ലേ, ഡിമിനിഷ് ചെയ്യുക, ഡിമിനിറ്റിൽ ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, അതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. യെസ്, എക്സാസ്പെറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനോയ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക അല്ലേ, ഒരാളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുക, അനോയ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ്, അനോയ്, ഇറിറ്റേറ്റ്, അതൊക്കെ എന്താണ് നമ്മുടെ എക്സാസ്പെറേറ്റിൻ്റെ എക്സാസ്പെറേറ്റ്. സ്പെല്ലിങ് ശ്രദ്ധിച്ചോണേ, എക്സാസ്പെറേറ്റും എക്സാസബേറ്റും കേട്ടോ. CRBATയും SPERATയും രണ്ടാണ്. അത് എക്സാമിനൊക്കെ വരുന്ന നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്ന വാക്കാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് പൊക്കോണം കേട്ടോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. യാ, ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസ് അഗൈൻ. ഇറ്റ് വാസ് fractious when the person started prattling in the grave forum because of the undue stupor of the day before yesterday's party. All right. There are people who always conflict with religious beliefs. Yes. Now the country incurred a food sufficiency. Food sufficiency വേണ്ട, കാരണം സഫിഷ്യൻസി പ്ലൂറൽ ഇല്ലല്ലോ, സിംഗുലറും ഇല്ല. സോ ഫുഡ് സഫിഷ്യൻസി വേറെ, ഫുഡ് സഫിഷ്യൻസി മതി കേട്ടോ. ഫുഡ് സഫിഷ്യൻസി ഫോർ ഇവേഡിങ് ഫാമേഴ്സ് because the country that they had made a consensus to import now in a war. Because that അവിടെ ആവശ്യമില്ലടാ, ബിക്കോസിനോട് പിന്നെ because the country had made, അത് മതിയല്ലോ, that they വേണ്ടല്ലോ. because the country had made a consensus to import now in a war മതി, അവിടെ ദാറ്റും ദയും വേണ്ട കേട്ടോ. അനുവേ ശ്രദ്ധിക്കണേ. അതുപോലെ എയും വേണ്ടേ. reckless driving made him hamstrung. Great. Truce among the fractious countries is necessary for the proper holding of G20 summit. Yes, that's very much important. അടുത്ത നോക്കാം, imperative. ഇത് വളരെ ഇമ്പെറേറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ. ഇമ്പെറേറ്റീവ് എസെൻഷ്യൽസ് പറയില്ല, എസെൻഷ്യൽസ് അത്യാവശ്യ കാര്യങ്ങൾ, അതിനെ നമുക്ക് ഇമ്പെറേറ്റീവ് എന്ന് പറയാം. സോ ഇറ്റ് ഇസ് ഇമ്പെറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പെറേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതൊരു എസെൻഷ്യൽ തിങ് ആണ്, അർജന്റ് തിങ് ആണെന്നൊക്കെയാണ് അർത്ഥം. നൗൺ ആയിട്ട് ഉപയോഗിക്കും ഇമ്പെറേറ്റീവ്, അതേപോലെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, സെയിം മീനിങ് വരും. വൈറ്റൽ, ക്രൂഷ്യൽ,
പ്രീഎംപ്റ്ററി എന്നൊക്കെ പറയില്ലേ, അത് വളരെ എന്താ ഫേം ആയിട്ടുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ ഭയങ്കര എന്താണ് നമ്മൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിൽ ഇമ്പെരറ്റീവ് റൂൾ എന്നൊക്കെ പറയില്ലേ, അത് പറയാട്ടോ. ഇമ്പീരിയൽ എന്നല്ല, ഇമ്പെരറ്റീവ്. ഇമ്പീരിയൽ ഇസ് ഡിഫറെൻറ്റ്, ഇമ്പെരറ്റീവ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്പെരറ്റീവിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. ഇമ്പെരറ്റീവ് എന്ന വാക്കിന് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു അർത്ഥം കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തുള്ള. ആൻഡ് ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ്, ഇമ്പെരറ്റീവ് എന്ന് പറയുന്നത് നൗൺ ആയിട്ട് ഉപയോഗിക്കും ആൻഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. രണ്ട് മീനിങ് ആണ്. പ്രീഎംപ്റ്ററി എന്നൊക്കെ പറഞ്ഞ ഫേം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ, കമാൻഡിങ് ആയിട്ടുള്ള എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം വരുന്നത്, ഓർത്ത് വെച്ചോളാം. ഇപ്പം നമ്മൾ പറയാണ് അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക കമാൻഡിങ്, ഫേം എന്നൊക്കെയാണ് മറ്റൊരർത്ഥവും അഡ്ജക്റ്റീവായിട്ട് ഇതിനെ പറയുന്നത്. അപ്പോൾ ആൻറ്റണിമായിട്ട് വരുമ്പോൾ അൺഇമ്പോർട്ടൻറ്റ് കേട്ടോ, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനിലാണ്, ഉറപ്പ് നിർബന്ധമൊന്നുമില്ല, വൈറ്റൽ ക്രൂഷ്യൽ ഒന്നുമല്ല. സോ ഓപ്ഷനിലാണ്, അൺഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയും. അതേപോലെ ഓപ്പോസിറ്റ് സബ്മിസീവ് പറയും. ഈ കമാൻഡിങ് ഫേമിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സബ്മിസീവ് ആണെന്ന് പറയാം. ഇവർ ഭയങ്കര കമാൻഡിങ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സബ്മിസീവ് ആയിട്ടുള്ളത്, അതാണ് കേട്ടോ. സോ അത് ഓർത്ത് വെച്ചോളാം. അടുത്തത് സാങ്ഷൻ. സാങ്ഷൻ എന്ന് പറയുന്നത് രണ്ട് മീനിങ് ഉണ്ട്, രണ്ടും നേരെ ഓപ്പോസിറ്റ് മീനിങ്ങുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആനോണിംസ് ഭയങ്കര കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് സാങ്ഷൻ. സാങ്ഷന് പെനൽറ്റി അല്ലെ പണിഷ്മെന്റ് എന്നൊരു അർത്ഥമുണ്ട്, അതുപോലെ അപ്രൂവൽ, പെർമിഷൻ, കൺസെന്റ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ നൗൺ ആയിട്ട് ഉപയോഗിക്കും, അതേപോലെ വേർബ് ആയിട്ട് ഉപയോഗിക്കും. സെയിം സാധനത്തിന് രണ്ട് മീനിങ് ഉള്ള സാധനമാണ്. പണിഷ് ചെയ്യുക, ഓത്തറൈസ് ചെയ്യുക, മീനിങ് ആയിട്ട് പറയാം വേർബ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റിവാർഡ് ചെയ്യുക അല്ലെങ്കിൽ റിവാർഡ്, നൗൺ ആയിട്ട്. ഒന്ന് കാര്യം, നമ്മൾ പെനൽറ്റിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ റിവാർഡ്, അല്ലെങ്കിൽ പണിഷ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് ആണല്ലോ റിവാർഡ് ചെയ്യുക പറയുക. അതേപോലെ കൺസെന്റ് കൊടുക്കുന്നതിന് പ്രൊഹിബിഷൻ ഓപ്പോസിറ്റ്. അപ്പോൾ ഓതറൈസ് ചെയ്യുക, ബാൻ ചെയ്യുക. പ്രൊഹിബിറ്റ് ചെയ്യുക, ബാൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതും വരും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആനോണിംസ് ആണ്. ശരിക്കും ഒരു സാധനം മറ്റൊരു സാധനത്തിൻ്റെ ആനോണിമാന്ന് തോന്നുന്ന രീതിയിലുള്ള രണ്ട് വാക്കുകളാണ്, രണ്ട് മീനിങ് വരുന്ന വാക്കാണ് സാങ്ഷൻ. ഓർത്ത് വെച്ചാൽ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു സാങ്ഷൻ എന്ന വാക്ക്, ഇപ്പോഴും ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ഫോജ് ചെയ്യുക. ഫോജ് ചെയ്യുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫോജ് ചെയ്യുന്നത് കഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക, ഹാമർ ഔട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുക്കുക, ഫൗണ്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ഫോജ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ ഡോക്യുമെന്റ്സ് ഒക്കെ ഫോജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫേക്ക് ചെയ്യുക, കള്ളത്തരത്തിലൂടെ എന്തെങ്കിലും കാര്യം നമ്മൾ നിർമ്മിച്ചെടുക്കുക എന്ന് നമ്മൾ ഫോജ് ചെയ്യുന്ന അർത്ഥമുണ്ട്, അതായത് ഫേക്ക് ചെയ്യുക, കൗണ്ടർഫീറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഹാമർ ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹിൻഡർ, സ്റ്റോപ്പ്, ഡിസ്ട്രോയ്, ഡിസ്മാൻറ്റിൽ എന്നൊക്കെ ഫോജ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഫോജ് എന്നതിന് രണ്ട് മീനിങ് ഉണ്ട്, രണ്ട് മീനിങ്ങും രണ്ട് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഒന്ന് നമ്മൾ നല്ല രീതിയിലാണ് പറയുന്നത്, ഭയങ്കര കഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ വെനഞ്ഞെടുക്കുക, ഹാമർ ഔട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്, പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. CV MTSന്റെ റിസൾട്ട് എപ്പോഴായിരിക്കുമെന്നോ? MTSന്റെ റിസൾട്ട് ഇപ്പോൾ വന്നു. നമ്മുടെ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ ജൂലൈ നടന്ന, ജൂലൈ അല്ലേ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ല, ജൂൺ നടന്ന എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു ഇല്ലേ. ഇനി ഈ എക്സാമിൻ്റെ ഇപ്പോൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാം നടന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് എന്തായാലും റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. CV പിന്നെ AI എക്സാം നമുക്കൊരു ഒക്ടോബർ ഒരു പകുതിയൊക്കെ സെക്കൻഡ് വീക്കൊക്കെ കഴിയുമ്പോഴേക്കും പ്രതീക്ഷിച്ചാൽ മതി. കാരണം അങ്ങനെയാണ് ഒരു AIയുടെ ഒരു ഇത്. പിന്നെ കുറച്ച് നീണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഈ പറയുന്ന G20 സമ്മിറ്റ് ഇത്തവണ വന്നുകൊണ്ട് തന്നെ ഒരുപാട് സെൻട്രൽ എടുത്ത ഏരിയയിലൊക്കെ നമുക്ക് കുറച്ച് ഇത് വന്നുകൊണ്ട് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അറിയത്തില്ല. അത് അക്കോർഡിംഗ് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് അവർ തീരുമാനിക്കുന്ന അനുസരിച്ചിരിക്കും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പെട്ടെന്ന് തന്നെ ഇറക്കേണ്ടതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി. സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ അഗൈൻ. എന്ത് നമ്മളിവിടെ എത്തി? It is very important for a bank aspirant to make an experience decision in a group discussion session. Yes, sometimes truth will be a great relief for the denizen in sensitive area. Great. The number of people in commenting about preeminent persons preeminent persons turning a point in his life and the aid given to him into the economy reeling under its poor stage. ആ aid സപ്പോർട്ടർ, എയ്ഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ എന്നാണ് അർത്ഥം. AIDE എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് പറയുന്ന പേരാ. നീ ഉദ്ദേശിക്കുന്ന ഹെൽപ്പ് എന്നല്ലേ, സഹായം എന്നല്ലേ. ആ എയ്ഡ് AID വെറും AID എന്നതാണ്. ഹെൽപ്പർ എന്നർത്ഥം വരുമ്പം നമ്മൾ AIDE എന്ന് വരും, അല്ലെങ്കിൽ വേണ്ട കേട്ടോ, വരും. അപ്പോൾ ഇവിടെ വേണ്ട. ഇറ്റ് ഇസ് വെരി ഇമ്പെറേറ്റീവ് ഫോർ യു ടു ലേൺ വൊക്കാബുലറി. യെസ് ഇറ്റ് ഇസ്. ആൻ ഇൻകംബന്റ് ഓഫീസർ ഷുഡ് നോട്ട് ബി hamstrung. Okay. He is given 2 years of imprisonment for not hammering out things before taking part in the prom. Great. Consumption of alcohol made him hamstrung in his work. All right. SP clerk exam date വല്ലോ ഐഡിയ ഉണ്ടോന്നാ? ഇല്ലില്ല. ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ക്ലോസിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ മനീഷ്. അപ്പോഴേക്കും പറയാം കേട്ടോ. എന്തായാലും ഇപ്പോഴേ പഠനം എന്തായാലും സെറ്റാക്കി തുടങ്ങും കേട്ടോ. ഇറ്റ് ഈസ് ഇമ്പെറേറ്റീവ് ടു സാങ്ഷൻ ഹിം ടു വിസിറ്റർ. ഓൾ റൈറ്റ്. ഹവിൽദാർ മാത്രമേ എത്തിയുള്ളൂ അല്ലേ, MTS എത്തിയില്ല അല്ലേ. അപ്പോൾ ഉടനെ തന്നെ വരും. ഹവിൽദാർ എത്തിക്ക് തൊട്ട് പുറകെ വരും.
ഓ, ഞാൻ MTS കൂടെ വന്നതാണ് എൻ്റെ ഒരു ഐഡിയ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, സോറി. അപ്പോൾ എന്തായാലും വരും കേട്ടോ, അതിൽ പേടിക്കണ്ട. ഉടനെ ഉണ്ടാവും. Declaration of leaders from all over the world is imperative for the G20 summit. All right. His politics are despotic and the mandate mandatory ruled out the incumbent on his misdemeanor for omitting his name from the chastisement. All right. First story is like a ചീട്ടുകൊട്ടാര. യെസ് ഇറ്റ് ഇസ്. അടുത്തോട്ട് പോകാലോ. വാലിയന്റ്. എന്താണ് വാലിയന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വാലിയന്റ് സോൾജർ ഒക്കെ പറയും, ബ്രേവ്, ഫിയർലെസ്, അല്ലെങ്കിൽ നമ്മൾ പറയും കറേജസ്, ബോൾഡ്, ഭയങ്കര ധൈര്യശാലിക്കാണ് നമ്മൾ വാലിയന്റ് എന്ന് പറയാം. അപ്പോൾ ധൈര്യമില്ലാത്ത ഒരാളെ നമ്മൾ വിളിക്കും കവേർഡ്ലി, ഇറസല്യൂട്ട് എന്ന് പറയും അല്ലേ. അതാണ് വാലിയന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അടുത്തത് ടെൻവസ്. ഇതൊരു വളരെ ടെൻവസ് ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു ടെൻവസ് സിറ്റുവേഷൻ ആണ്, ഭയങ്കര ഒരു വീക്ക് സിറ്റുവേഷൻ. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള, വളരെ വീക്ക് ആയിട്ടുള്ള, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, അതാണ് ടെൻവസ് എന്ന വാക്കിനർത്ഥം. അതായത് ഭയങ്കര നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ, ടെൻവസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നൊക്കെ പറയില്ലേ, അതാണ് ടെൻവസ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഓർത്ത് വെച്ചിട്ടും ടെൻവസ് എന്ന വാക്കിന് വളരെ 2 സ്ലൈറ്റ് ഇട്ടു, അത് ശരിയാക്കുന്നുണ്ടാവും. അപ്പോൾ 2 സ്ലൈറ്റ് നമുക്ക് വേണ്ട, അതാണ് ഇവിടെ. അപ്പം വളരെ വീക്കായിട്ടുള്ള, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എന്ന അർത്ഥത്തിലാണ് ടെൻവസ് പറയാം. അപ്പം ഇൻസബ്സ്റ്റാൻഷ്യലാണ്, നമുക്കതിന് എന്താ പറയുക, ഒട്ടും കൺവിൻസിങ് അല്ല, വളരെ ഇൻകൺവിൻസിങ് ആയിട്ടൊരു കാര്യമാണ് ടെൻവസ് എന്ന് പറയുമ്പോൾ. കാരണം വീക്കാണ്, അതിന് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു പോയിന്റ് കൊടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഓപ്പോസിറ്റ് എന്നാലും സ്ട്രോങ് ആണ്, കൺവിൻസിങ് ആണ്, സബ്സ്റ്റാൻഷ്യൽ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ടെൻവസിന്റെ ഓപ്പോസിറ്റ് വരിക. പിന്നെ ഉള്ളത് ഡിസിഡന്റ് ആണ്. ഡിസിഡന്റ് എന്ന് മാർക്ക് അറിയാലോ, നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. ഡിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റർ, ഡിസെന്റർ, ഒപ്പോസർ ഒക്കെ പറയും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് അല്ല, സോറി, അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് അതല്ലോ. അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ കൺഫേമിസ്റ്റ് പറയാം, അല്ലെങ്കിൽ കൺഫേമിങ് പറയും. രണ്ടും സെയിം വാക്ക് തന്നെ. കൺഫേമിസ്റ്റ് ഒരു വ്യക്തിക്ക് നൗണിന് പറയും, അഡ്ജക്റ്റീവ് കൺഫേമിങ് എന്ന അഡ്ജക്റ്റീവ് പറയും. രണ്ടും ഡിസിഡന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോ. ഡിസെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിസഗ്രിമെന്റ്, ഡിസെന്റ് എന്നൊക്കെ പറയില്ലേ, ഒപ്പോസിഷൻ എന്നൊക്കെ പറയില്ലേ, ആ വാക്കിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനും നൗണായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഡിസിഡന്റ്, ഒരു വ്യക്തി കേട്ടോ. A bill gets sanctioned in Lok Sabha only when majority of members vote for it. Yes. Lion is considered valiant leader in the forest. Yes. Tenuous synonyms fragile. Synonyms fragile, frail. Yes. ആണ്. Weak, delicate, frail, fragile എല്ലാം ഉണ്ട്. അതൊക്കെ ഇതിന്റെ synonyms പെടും. അതാണ്. Forging currencies is a way adopted by our neighboring country to destroy our economic balance. Yes, it is. അടുത്തോട്ട് പോവാം. ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ് ആണ് പോസിയ. പോസിയ എന്ന് പറഞ്ഞാൽ ഒന്ന് പോസ്, നമ്മൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്യില്ലേ, പ്രിറ്റൻഡ് ആക്ട് ചെയ്യുക, അത് പോസ്റ്റർ, അതാണ്. അപ്പോൾ പോസ്റ്റർ പ്രിറ്റൻസ് എന്നൊക്കെ ഒരു നൗൺ ഉണ്ട്. വേർബ് ആയിട്ട് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് പോസ് എ ഗ്രേറ്റ് ഡേഞ്ചർ ടു ദ സൊസൈറ്റി എന്നൊക്കെ പറയില്ലേ, അതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രസന്റ് ചെയ്യുക അതൊക്കെ പറയും. അപ്പോൾ പോസ്റ്ററിന്റെ അല്ല പ്രിറ്റൻസിന്റെ ഒക്കെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം കാൻഡുവർ, സിൻസിയറിറ്റി, ഫ്രാങ്ക്നെസ് എന്നൊക്കെ പറയും. അതാണ് അതിന്റെ ഓപ്പോസിറ്റ്. ആ നൗണിനെ ഉള്ള ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളൂ കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. അടുത്ത സ്റ്റിഫിൽ ഒരു വേർബാണ്, അർത്ഥം ശ്വാസം മുട്ടിക്കുക, സഫക്കേറ്റ് ചെയ്യുക, ചോക്ക് ചെയ്യുക, സപ്രസ് ചെയ്യുക, റിസ്ട്രെയിൻ ചെയ്യുക. ഒരാൾ നമ്മൾ സപ്രസ് ചെയ്യണം, അടിച്ചമർത്തി അങ്ങ് റിസ്ട്രെയിൻ ചെയ്ത് വെക്കുകയാണ്. വേണ്ട, നീ എവിടെയും പോകണ്ട, ഇന്ന് അലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട അല്ലേ, അത് സ്റ്റിഫിൽ ചെയ്യുന്നൊരു അവസ്ഥയാണ്. നമ്മൾ റിസ്ട്രെയിൻ ചെയ്ത് വെക്കുക, വേണ്ട അല്ലേ, അതിനെയാണ് ലിമിറ്റ് ചെയ്യാണ്, അതിനെയാണ് നമുക്ക് പറയാം. അല്ലെ, നമ്മൾ സഫക്കേറ്റ് ചെയ്യുമ്പോൾ എയറിന്റെ ലിമിറ്റ് ചെയ്യല്ലോ, നമ്മൾ ചെയ്യുന്നത് ബ്രീത്ത് ചെയ്യാൻ സംഭവിക്കില്ലല്ലോ, ചോക്ക് ചെയ്യല്ലേ. സോ അതൊക്കെ സിമിലർ ആണ്. അപ്പം കോണ്ടെക്സ്റ്റൽ മീനിങ്ങിലും 2 രീതിയിൽ അതിനെ ഉപയോഗിക്കും. ലിറ്ററലി സഫക്കേറ്റ് ചെയ്യാന്ന് പറയും, ചോക്ക് ചെയ്യാന്ന് പറയും. അല്ലാതെ സ്റ്റിഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുക, റിസ്ട്രെയിൻ ചെയ്യാന്ന് പറയും. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്താ, ലെറ്റ് ഔട്ട്, ഫ്രീ ആക്കി വിട്ട് കള, ലെറ്റ് ഔട്ട് അല്ലേ, ലെറ്റ് ഔട്ട്, പുറത്തോട്ട് വിടുക, അല്ലെങ്കിൽ ഫ്രീ ആക്കുക, റിലീസ് ചെയ്യുക, അതൊക്കെ നമുക്ക് എന്താ പറയാം, സ്റ്റിഫിലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അടുത്ത വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് അൺറിലന്റിങ്. അൺറിലന്റിങ് എന്ന് പറഞ്ഞാൽ ഇംപ്ലേസിബിൾ, ഇൻഫ്ലെക്സിബിൾ, അൺയീൽഡിങ്, തോറ്റ് തരില്ലടാ. അൺറിലന്റിങ് സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, റിലന്റ് ചെയ്യാൻ റെഡി അല്ല, തോറ്റു കൊടുക്കാൻ, നമ്മൾ ഈൽഡ് ചെയ്യാൻ, സബ്മിറ്റ് ചെയ്യാൻ, സറണ്ടർ ചെയ്യാൻ റെഡി അല്ല, അതിനെയാണ് അൺറിലന്റിങ് എന്ന് പറയും. ഇംപ്ലേസിബിൾ, പ്ലേസ് വേറൊരു തരത്തിൽ നമുക്കൊരു സ്ഥലത്ത് പ്ലേസ് വെച്ചിരിക്കാൻ പറ്റില്ല, ഇല്ല ഞാൻ ഇനി ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അതാണ് അൺറിലന്റിങ്ങിന്റെ അർത്ഥത്തിൽ വരിക. ഇൻഫ്ലെക്സിബിൾ ആണ്, അൺയീൽഡിങ് ആണ്, തോറ്റു കൊടുക്കില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം, എന്തിനോട് നമ്മൾ കംപ്ലൈന്റ് ആയിട്ടൊരു അവസ്ഥ. ഓക്കെ സാർ, യെസ് സാർ, അതാണ് കംപ്ലൈന്റ് അവസ്ഥ. നമ്മൾ അതിനോട് ചേർന്ന് നിന്ന് പോകും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനോട് നമ്മൾ പ്രശ്നങ്ങളല്ല, എന്തൊക്കെ നമ്മളോട് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് അതിനോട് ഭയങ്കര അഡ്ഹറന്റ് ആയിട്ട് പോകുന്നതിനാണ്, കംപ്ലൈന്റ് ആയിട്ട് പോകുന്നതിനാണ് ഓപ്പോസിറ്റ് പറയാം. ഫ്ലെക്സിബിൾ ആണ്, yielding ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അൺറിലന്റിങ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അൺറിലന്റിങ് ഒരു പോസിറ്റീവ് സെൻസിലൊക്കെ പറയുന്ന, അത് ഓർത്ത് വെച്ചോണം. ഇറ്റ്സ് നോട്ട് voracious, but it doesn't mean that he is tenuous. Great.
He has a tenuous improvement after surgery. Great. Cover the tenuous topics with patience and hard work. Great. Drugs pose a threat to peaceful life of a society. Okay. Why is mandate refraining or abstaining from taking actions against the heinous crimes that has been stifling people for a while? Great. That's a great one. അപ്പോൾ നമുക്ക് സെറ്റ് ആണല്ലോ, വൊക്കാബുലറിക്ക് സെറ്റ് ആണല്ലോ. ദീസ് ആർ ദ വേർഡ്സ് പീപ്പിൾ. ദിസ് ഇസ് വൊക്കാബുലറി സെറ്റ്. വൊക്കാബുലറി ഇതാണ്, വൊക്കാബുലറി സിംഗുലർ ആണ് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ദിസ് ഇസ് വൊക്കാബുലറി എന്ന് പറയുന്നതും അതുപോലെ ദീസ് ആർ ദ വേർഡ്സ് എന്ന് പറയുന്നതും. ശ്രദ്ധിച്ചോണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുവാണ്. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ എല്ലാവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഇട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, മറക്കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. മീൻ വൈൽ it reflects poor on the authorities if police cases are used to silence fact-finding initiatives of civil society. എന്താ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? എനിക്ക് 4 പേരോളം ആൻസർ തന്നിട്ടുണ്ട്, ബാക്കി ആരും ആൻസർ തന്നിട്ടില്ല. അപ്പം ലെറ്റ് മീ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്താണ് ഇവിടുത്തെ എറർ എന്ന് പറയാമോ? ആൻഡ് ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. ഇന്നത്തെ ക്വസ്റ്റ്യനോട് തന്നിട്ട് നമുക്ക് പയ്യങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വേഗം പറഞ്ഞോ, സമയം കളയേണ്ട. ഇച്ചിരി സമയം ഇന്ന് വൈകി, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി താമസിച്ചായിരുന്നു തുടങ്ങി. ഓക്കെ, പറയൂ. Young people are suffering from back pain because of keeping bad body posture. Yes. ഇരിപ്പിൻ്റെ നേരെ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ബോധമില്ല, കാരണം ഫോണിലില്ല നമ്മുടെ ശ്രദ്ധ മൊത്തം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യെസ്. ഡിസിഡന്റ് ജഡ്ജ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ദ അഡ്വക്കേറ്റ് ടു വിൻ ദ കേസ്. യെസ്. അൺറിലന്റിങ് എഫേർട്സ് ആർ ഇംപെറേറ്റീവ് ഫോർ നോട്ട് എൻഡ് ഇൻ എ ഡംപിങ്. നോട്ട് എൻഡിങ് ഇൻ എ ഡം സ്ക്വേപ്പ് കേട്ടോ, ഡാം സ്ക്വേപ്പ്. Not ending, end അല്ല കേട്ടോടാ വിനുവേ. His unrelenting nature made him devoid of friends. Yes, great. Okay. EPFO SSA ഞാൻ നോക്കിയിട്ടില്ലടാ, എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ നോക്കിയിട്ട് പറയാം, നോക്കിയിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് നീ ഒരു പേഴ്സണൽ മെസ്സേജ് ഇട്ടേക്കോ അവൻ്റെ ഓർമ്മപ്പെടുത്താൻ. അപ്പം ഞാൻ പറഞ്ഞുതരാം. യെസ്, വിനു പറഞ്ഞതാണ് കറക്റ്റ്. ഇറ്റ് റിഫ്ലെക്ട്സ് പോർ എന്ന് പറയില്ല, റിഫ്ലക്റ്റ് ചെയ്യുക ഈസ് എ വേർബ്. വേർബിനെ ക്വാളിഫൈ നമുക്ക് കൊടുക്കുന്നത് അഡ്വേർബ് ആയിരിക്കണം. ഇറ്റ് റിഫ്ലെക്ട്സ് പോർലി എന്ന് കൊടുക്കണം അല്ലേ, LY ഇട്ട് കൊടുക്കണം. അഡ്ജക്റ്റീവ് ഫോർമുലേഷന് കൊടുക്കുക. കാര്യം നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തിനാ, ഈ പറയുന്ന റിഫ്ലക്റ്റ് എന്ന വെർബിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെർബിനെ റിഫ്ലക്റ്റ് എന്ന വെർബിനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പോർലി എന്ന അഡ്വേർബ് വേണം കൊടുക്കാനായിട്ട്. യെസ്, ഓർത്ത. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോളൂ. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓൺലി സൊല്യൂഷൻ ടു ദി മൾട്ടിപ്പിൾ ക്രൈസിസ് Myanmar is facing is the restoration of a legitimate, responsible and responsive regime. അപ്പം മ്യാൻമറിലെ പ്രശ്നങ്ങളെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്, അപ്പോൾ എന്താ നിങ്ങൾ നോക്കുക. ഞാനതിനെ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. സോ ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷൻ തരിക. അതുപോലെ നോട്ട്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരാൻ മറക്കണ്ട. നമ്മുടെ ടെലിഗ്രാം ചാനലും കണക്റ്റഡ് ആയിരിക്കുക. 2 ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. കണ്ടുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം. സജഷൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. അതുപോലെ നിങ്ങൾ സെന്റൻസ് ഫ്രെയിം ചെയ്തിടാൻ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. കാര്യം റെക്കോർഡ് കാണുന്നവർക്ക് അത് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യു നോ വാട്ട് ടു ഡു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കാം അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പം ഹാവ് എ വണ്ടർഫുൾ ഡേ. ഉഷാറായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. ബൈ.